വരുത്തിയ ഞങ്ങളുടെ മഹാസ്നേഹത്തിനായി നമ്മുടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ബോധമേറിയ വചനങ്ങളെ ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണം. അടിയൻ പറയുന്നതിനപ്പുറമായ ആഴങ്ങളെയും അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കും. മഹത്വത്തിൽ അങ്ങ് മാതെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് കോപ്പള്ളി ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനും പ്രത്യേകിച്ച് സ്ഥിരീകരണ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും ഇടയാകുന്നത്. ഈ സ്ഥിരീകരണ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ പറയുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത സ്നേഹമുള്ള വികാരിയച്ഛനോടും സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട കൈക്കാരന്മാരോടും കമ്മിറ്റി അംഗങ്ങളോടും സെക്രട്ടറിയോടും ഡയസിസൻ കൗൺസിൽ അംഗങ്ങൾ, സഭാമക്കൾ എല്ലാവരോടും, പ്രിയപ്പെട്ട കപ്പയാർച്ചനോടും എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. ഞങ്ങളെ കുടുംബമായി ക്ഷണിച്ചതിന് കുടുംബമായിട്ടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യും. അഭിനയ ദാനിയേൽ തിരുമേനിയും കൊച്ചുമേളവും ചേർന്ന് ഒരിക്കൽ കൂടെ ശുശ്രൂഷയിൽ നിൽപ്പാൻ ഇടയാകുന്നതിലും വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ സ്നേഹമുള്ള OJ ജോർജ് അച്ഛനും സുരേഷ് അച്ഛനും ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷയിൽ നിൽപ്പാൻ ഇടയാകുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ശുശ്രൂഷകർ, സ്നേഹമുള്ള ജോസ് മോഹൻ സാറും അതുപോലെ തന്നെ എസ് സാറും അതുപോലെ തന്നെ നമ്മുടെ ജോർജ് സാറിനോട് ചേർന്ന് ശുശ്രൂഷ നിൽപ്പാനിടയാകുന്നതിൽ വളരെ സന്തോഷം. മാക്സിൻ ജോൺ അച്ഛനും വന്നു ചേരും. അച്ഛനോടും കൂടെ ശുശ്രൂഷ നിൽപ്പാനിടയാകുന്നതിൽ വലിയ സന്തോഷം. സ്ഥിരീകരണ ശുശ്രൂഷ വളരെ ദീർഘമായൊരു ശുശ്രൂഷ. നിങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ. 28 പേരായിരുന്നു ആദ്യം പേര് തന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ് 27, പിന്നെ 26 പേരാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ സമയത്ത് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു. വളരെ നാൾ നിങ്ങളെ പഠിപ്പിച്ചു. ഇവിടെ പ്രത്യേകിച്ച് വളരെ ക്രമീകൃതമായ സൺഡേ സ്കൂളുള്ള ഒരു ഇടവകയാകുന്നു ഈ ഹോളി ഇമ്മാനുവൽ. നമ്മുടെ ഈ സഭ ഇടവക കൂടുതൽ കുട്ടികളും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളോട് കൂടെ ഈ ശുശ്രൂഷയിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാനും നിങ്ങളുടെ ഉത്തരം കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ്. ഉപസഭയിൽ നിന്നും കുട്ടികളുണ്ട്. അവരെ ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്തു. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന്. പ്രധാനപ്പെട്ട ദിവസമെന്ന് പറഞ്ഞാൽ അതിപ്രധാനപ്പെട്ട ദിവസമാണ് അല്ലേ? ഒരുപക്ഷെ ഒരു രീതി ചിന്തിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന പോലെ അല്ലായിരിക്കും നിങ്ങൾ തിരിച്ചു പോകും. അത്രയും പ്രാധാന്യമാണ് ഈ ശുശ്രൂഷയ്ക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് ഈ സമയം ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 9:30 എന്ന സമയം. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം വരാൻ. ഇവിടെ കുറേ ദീർഘമായ സർവീസ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാതെ വന്നാൽ എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥത ഇറക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ ആരോഗ്യത്തോടെ ശാരീരികമായും മാനസികമായും ഒരുങ്ങി വരണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നിങ്ങളങ്ങനെ വന്നിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചോദ്യങ്ങൾ നിങ്ങളോടാണ്, ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം പറയാമെന്നുള്ളത്. ചിലപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ നിങ്ങളെ സ്ഥിരീകരണ പാഠങ്ങൾ പഠിപ്പിച്ച പോലെ ആയിരിക്കത്തില്ല എൻ്റെ ചോദ്യം. അവർ പഠിപ്പിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതായിരിക്കും ചോദ്യം. അതുകൊണ്ട് അതനുസരിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഏതാണേലും ഉത്തരം വേണം, തെറ്റാണേലും ശരിയാണേലും. അതുകൊണ്ട് അത് പറയുകയും ചെയ്യണം. ഓക്കെ, ഉറക്കെ. എന്നാൽ അത് ശരി ഉത്തരങ്ങൾ നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ തന്നെ ഈ അച്ഛന്മാർക്കും ക്ലാസ് നൽകിയ സാർമാർക്കും ഒക്കെ പ്രത്യേകമായി ഒരു സന്തോഷം ഉണ്ടാകും. തീർച്ചയായിട്ടും അതങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനമുള്ള OJ ജോർജ് അച്ഛൻ ഇന്ന് ആരാധന എടുത്തപ്പോൾ 10 കൽപ്പനകളും എന്ത് ചെയ്തു? വായിച്ചു അല്ലേ? ഇനിയിപ്പോൾ 10 കൽപ്പനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് എത്രയുണ്ടെന്ന് ചോദിച്ചാലും ഒന്നും അതിന് വലിയ പ്രശസ്തിയില്ല. കാരണം അച്ഛൻ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നു? അത് വായിച്ച് നമ്മളെല്ലാം എന്നാ ചെയ്തിരിക്കുന്നു അല്ലേ?
വാസം പറഞ്ഞാൽ ഇനി അതിനൊരു വിശദീകരണം ആവശ്യമേ ഇല്ല. വിശദീകരണം തന്ന് വിട്ടാൽ മതി. കാരണം അത്രയാണ് ഓരോ കൽപ്പനയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രതിവാക്യമൊക്കെ പറഞ്ഞു. കൽപ്പനയ്ക്ക് ഓരോന്നിനും പ്രതിവാക്യം പറഞ്ഞു തരുന്ന കൈപൊക്കിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് വായിച്ച കൽപ്പനകൾ പറഞ്ഞപ്പോൾ ഓരോന്നിനും പ്രതിവാക്യം പറഞ്ഞു വരുന്ന കൈപൊക്കിക്ക്. പിന്നെ അതിന് മുമ്പൊരു കാര്യമുണ്ട്, സത്യം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സത്യം മാത്രം പറഞ്ഞാൽ മതി. അറിയത്തില്ലാത്ത പറയേണ്ട, അറിയത്തില്ലാതിരിക്കട്ടെ, അറിയാവുന്നിരിക്കട്ടെ. ഓക്കെ. ഇന്ന് വായിച്ച ഓരോ കൽപ്പനയ്ക്കും പ്രതിവാക്യം പറഞ്ഞു തരും. മുഴുവൻ കൽപ്പനയും വായിച്ചപ്പോൾ എല്ലാറ്റിനും പ്രതിവാക്യം പറഞ്ഞു തരുന്ന കൈവയ്ക്ക്. ഇച്ചിരി പറയാത്തവർ കൈവയ്ക്ക്. പറയാത്തവർ പ്രതിവാക്യം പറയാത്തവർ അപ്പുറം ഇപ്പുറം ഇല്ലാത്ത ഇടയ്ക്കൊരു ഇല്ല, നോട്ടായില്ല. ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഒന്നെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ് കേട്ടോ. കുറേ പേര് കൈ ആദ്യം പൊക്കിയില്ല, അവരിപ്പോഴും എന്ത് ചെയ്തില്ല, പൊക്കിയില്ല. നമ്മളെ ടിപ്പിക്കൽ മലയാളിയുടെ ഒരു രീതിയാണ്. ഓക്കെ, ഒന്നുകൂടെ ചോദിക്കാം. ഇന്ന് 10 കൽപ്പനകൾ വായിച്ച് അതിന് ഓരോ കൽപ്പനകളും വായിച്ചപ്പോൾ പ്രതിവാക്യം പറഞ്ഞവർ കൈപ്പൊക്കാനാണ് ആദ്യം പറഞ്ഞു. അപ്പോൾ കുറച്ച് പേര് കൈപ്പൊക്കി. ഇപ്പോൾ ചോദിക്കുന്നത് പ്രതിവാക്യം പറയാത്തവർ കൈപ്പൊക്കാനാണ്. പറയാത്തവരെ കൈപ്പൊക്കിക്ക്. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇത് കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. പറയാത്തവർ കൈപ്പൊക്കിക്ക്. ചോദ്യം മനസ്സിലായോ? ഇന്ന് 10 കൽപ്പനകൾ വായിച്ച് പറഞ്ഞപ്പോൾ ഓരോ കൽപ്പനയും വായിച്ച് കഴിഞ്ഞപ്പോൾ പ്രതിവാക്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അത് പറയാത്തവർ ഈ കൊടുത്തിരിക്കുന്നവർ കുറച്ച് പേര് മുമ്പേ കൈ പൊക്കിയില്ല, അവരിപ്പോഴും കൈ പൊക്കുന്നില്ല. അത് എനിക്ക് മനസ്സിലാകാത്ത. പറയാത്തവർ കൈ പൊക്കിക്കേ. അവൻ പറഞ്ഞായിരുന്നോ? ഈ മൂന്നാമതിരിക്കുന്ന ആൾ പറഞ്ഞായിരുന്നോ? അവൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞോ. അപ്പോൾ കൈപൊക്കിയില്ല മുമ്പേ. ശ്രദ്ധിച്ചിരിക്കണം, ചോദ്യം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ചുമ്മാ ഓപ്പൺ മൈൻഡായിട്ടിരുന്നാൽ പറ്റത്തില്ല. നല്ല മിടുക്കന്മാരായിട്ട് എന്ത് ചെയ്യണം, നല്ല ഫ്രഷായിട്ട് എന്ത് ഇരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കുറച്ച് സമയം എന്ത് ചെയ്തു, പോയി. 4 മണിക്കൂറുണ്ട്, 1:30 വരെയാണ് സമയം, ഓർത്തോണം. അത് കഴിഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യാവുള്ളൂ, വാച്ച് നോക്കാവുള്ളൂ. 1:30 കഴിഞ്ഞ് വാച്ച് നോക്കാവുള്ളൂ. ഓക്കെ. അത് പിന്നെയും താമസിപ്പിക്കുന്നത് നിങ്ങളുടെ കാര്യം കൊണ്ടായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇന്ന് 10 കൽപ്പനകൾ വായിച്ചപ്പോൾ പ്രതിവാക്യം പറഞ്ഞ എല്ലാവർക്കും കൈപൊക്കാം. ഇങ്ങനെ ഉപയോഗിക്കുക. എന്നാ എൻ്റെ അർത്ഥം? ഞാൻ എന്നാ ധരിക്കണം? കേൾക്കാവോ? കൈ പൊക്കാൻ പറഞ്ഞ് കൈ പൊക്കുക എന്ന് പറയും അല്ലേ. കുറഞ്ഞ പക്ഷം നമ്മുടെ തലയുടെ ഒപ്പമെങ്കിലും പൊക്കണം, കൈ പൊക്കണം. ഓക്കെ, ഏതാ എല്ലാവരും കൈ പൊക്കിയിട്ടുണ്ട് കേട്ടോ, പറഞ്ഞത്. ഓക്കെ, എന്താണ് നിങ്ങൾ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ചേർത്ത് പറഞ്ഞു, വേഗം പറഞ്ഞു. അയ്യോ, ജനറേറ്റർ ഭയങ്കര ശബ്ദമായതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കത്തില്ല. ഇച്ചിരി ഒളിയും കൂട്ടി പറയാമോ? എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങൾ പറഞ്ഞ പ്രതിവാക്യത്തിൻ്റെ അർത്ഥം? ഇങ്ങോട്ടും കൂടെ നോക്കണേ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അറിയാവുന്നവരാരെങ്കിലും ഒരാൾ പറയാം. കൽപ്പനകൾ അനുസരിപ്പാൻ ദൈവത്തിൻ്റെ കൃപ തരണമെന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, പറഞ്ഞത് ശരിയാണ്. ഓരോ കൽപ്പന പറഞ്ഞപ്പോഴും ആ കൽപ്പന അനുസരിപ്പാൻ സഹായിക്കണം എന്നെന്ത് ചെയ്തു, നമ്മൾ കാക്കാൻ സഹായിക്കും. കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, സഹായിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ. ഓക്കെ, അങ്ങനെയാണ് എല്ലാം പറഞ്ഞതല്ലേ. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങളത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ മാത്രമല്ല സർവത്രാതെ CSIക്കാരുടെയും കുഴപ്പമാണ്. അവരിവിടെ വന്ന് എന്ത് പറയുന്നു, എന്തിനാമയം പറയുന്നു, എന്തിനാമയം പറയാതിരിക്കുന്നു, എന്തു പാടുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. വളരെ വളരെ അശ്രദ്ധമായിട്ടിരിക്കുന്ന ഒരേ ഒരു കൂട്ടം നമ്മുടെ CSIക്കാർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല.
പക്ഷേ അതിന് ഘടകവിരോധമായുള്ള കാര്യങ്ങളാണ് വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നത്. പൂർണ്ണ മനസ്സ്, പൂർണ്ണശക്തി, പൂർണ്ണാത്മാവ് പൂർണ്ണമായിട്ട് ഇരിക്കണമെന്നാണ്. ഇവിടെ വന്ന് ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് ഇത് ആലയത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ദൈവ ആലയത്തിൻ്റെ സ്ഥാനത്തേക്കാണ് നമ്മൾ, ദൈവാലയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എന്തിനു വന്നു നമ്മൾ ചിന്തിക്കണം. എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ ഇവിടെ ഇരിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇല്ലെങ്കിൽ നമ്മൾ വന്ന പോലെ തന്നെ എന്ത് ചെയ്യും? തിരികെ പോകും. വന്ന പോലെ തന്നെ തിരികെ പോകും. യാതൊരു വിധമായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ വിശുദ്ധ ദിവസങ്ങളിലും ദൈവാലയത്തിൽ വരണം. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മക്കളെ കൽപ്പനകൾ എവിടെ ആദ്യം കിട്ടിയത് എഴുതിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം അധ്യായം പറയാമോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അത് വായിച്ച് വരുമ്പോൾ കൽപ്പനകളെല്ലാം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൊരു വാക്യം പറയുന്നുണ്ട്, എൻ്റെ സ്മരണ സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ടായി. ഇത് ദൈവത്തെ ആരാധിപ്പാനും വേണ്ടി തിരഞ്ഞെടുത്ത് പ്രതിഷ്ഠിച്ച് വേർതിരിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ആരുടെ സാന്നിധ്യമുണ്ട്? നിങ്ങൾ പറഞ്ഞു, ഭൈരവട്ട് പറഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ അല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നൊരു കൈവക്കാം. ഓക്കെ, എന്താ അതിന് തെളിവ്? കൈതാത്തിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് തെളിവ്? പറഞ്ഞു. അല്ല, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, എന്താണ് തെളിവ്? തെളിവിലുണ്ടോ എന്നതിന് ചോദ്യം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി. എല്ലാവരും ചേർന്ന് എന്നോടൊപ്പം നിൽക്കണേ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല തെറ്റും ശരിയില്ല, ഉത്തരം മാത്രമേ ഉള്ളൂ. ശരിയാണെങ്കിലും തെറ്റാലും ഉത്തരവാണ് അല്ലേ? ഓക്കെ, നിങ്ങളുടെ ആ ഒരു അറിവിൽ ഉള്ള കാര്യങ്ങളാണ് ചോദ്യം. ഞാനിവിടെ പറഞ്ഞു ഇങ്ങനെ ഇത് ദൈവത്തിൻ്റെ ആലയമാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ? നിങ്ങളും പറഞ്ഞു ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. ചോദ്യം ഇതാണ്, എന്താണ് തെളിവ്? അല്ലെ എന്തടിസ്ഥാനം നമ്മളത് പറയുന്നു? വേറെ ഒന്നുമല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് തെളിവ് അല്ലേ? ഞാൻ ഇപ്പം തന്നെ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യായിരുന്നു, ഓർത്ത് നിങ്ങൾക്ക് പറയാമായിരുന്നു. അത്രയും എന്ത് ചെയ്തില്ല, നിങ്ങൾ ചിന്തിച്ചില്ല അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് ദിവസം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അത് കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്, 24-ാം വാക്യത്തിൽ 20-24 ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, അങ്ങനെയാണ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ സ്ഥലത്തെ വിശുദ്ധീകരിച്ചു. എന്നെ ആരാധിപ്പാൻ, എന്നെ നമസ്കരിപ്പാൻ ഒരു സ്ഥലം വേർതിരിച്ചാൽ എന്ത് ചെയ്യും? അവിടെ എൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ പറഞ്ഞ് ആ വാക്യങ്ങൾ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? ആലയങ്ങൾ എന്ത് ചെയ്യുന്നത്? ശുദ്ധീകരിക്കും അല്ലേ? വിശുദ്ധീകരിക്കും. ആ ഒരു ഓർമ്മയോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. ഇവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആ ഓർമ്മ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അങ്ങോട്ട് പോകുമ്പോൾ, ഇങ്ങോട്ട് പോരുമ്പോൾ, ഇങ്ങോട്ട് കയറി ദേവാലയത്തിൽ വരുമ്പോഴും എല്ലാം എന്ത് ചെയ്തിരിക്കണം? ആ ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം അല്ലേ? ഓക്കെ, അതാണ് അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇന്ന് സുവിശേഷം വായിച്ചത് ആരാ? സുവിശേഷം ഇവിടെ വായിച്ചത് ആരാ? ആരാ? ഉറക്കെ പറ. ആരാ വായിച്ചത്? ഇപ്പോഴേ സുവിശേഷം വായിച്ചത് ആരാ? ആരാ മക്കളെ? ചോദ്യം കേട്ടോ, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് ഞാൻ പറയുന്നത്? കേൾക്കാമോ നിങ്ങൾക്ക് ഫ്രണ്ടിരിക്കുന്നവർക്ക്? കേൾക്കാമോ? എന്നെ നോക്കിയാൽ ഈ മൈക്കിൽ കൂടെ ഉള്ള ബോക്സിൻ്റെ അതൊരു ശബ്ദം നോക്കണേ, ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ? ഓക്കെ, ഇന്ന് ആരാ സുവിശേഷം വായിച്ചു? ആരാ വായിച്ചേ? സുവിശേഷം വായിച്ചാരാ? ആരാ പറയാൻ? പേരറിയത്തില്ലേ? അടി കളിച്ചാണോ? ആണോ? അടി കളിച്ചല്ലേ? പേരറിയത്തില്ലേ? കുഴപ്പമില്ല. ഓക്കെ, ജോർജ് ജോസഫ് അച്ഛല്ലേ? സുരേഷ് അച്ഛനല്ലേ? സുരേഷ് അച്ഛൻ എന്താ വായിച്ചത്?
എന്താണ് വായിച്ചത്? അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു 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 വാക്കോ വാക്യങ്ങളോ പറയാമോ? നോക്കരുത് 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 നോക്കരുത്. സുവിശേഷത്തിൽ നിന്നാണ് ചോദ്യം. സുവിശേഷം അവൻ പറഞ്ഞത് ശരിയാണ്, അത് എസെക്കിയേൽ പ്രവചനത്തിലാണ്. അച്ഛൻ വായിച്ച സുവിശേഷത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം പറയാമോ? നോക്കി പറഞ്ഞതാണോ? ഓക്കെ, നമ്മൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതെൻ്റെ പ്രധാനപ്പെട്ട വാക്യം. ആകുമ്പോൾ 2-3 വാക്യങ്ങളെ അച്ഛൻ വായിച്ചോളൂ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഒന്ന് വേഗം എടുത്തേ, നിങ്ങൾ റെഫറൻസ് എടുത്തേ, ആൺകുട്ടികൾ എടുത്തൊരു ആദ്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-15 വാക്യം. മതി, അത് മതി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പെൺകുട്ടികൾ വായിച്ചേ, ഒരാൾ. ഓക്കെ, 1-ാം പാഠത്തിലെ എസെക്കിയേൽ പ്രവചനം 30 എത്രയാണ് വായിച്ചത്? എസെക്കിയേൽ 37:26 വാക്യം വായിക്കാം. എസെക്കിയേൽ 36:27 ആദ്യം എടുത്തവർക്ക് വായിക്കാം. ഓക്കെ, മതി. ഇവിടേക്ക് ഞാനിത് നിങ്ങളെ ഒന്ന് നോക്കാൻ വേണ്ടി, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി വായിപ്പിച്ചതാണേ. ഈ പുസ്തകം നമ്മൾ ഇത് എടുക്കുമ്പം എസെക്കിയേൽ പ്രവചനം എവിടെയാണ്? പുസ്തകത്തിൽ എവിടെയാണ്? ആദ്യ പകുതിയിലോ രണ്ടാമത്തെ പകുതിയിലോ? വേദപുസ്തകം എടുക്കുമ്പം ആദ്യത്തെ പകുതിയിലാണോ രണ്ടാമത്തെ പകുതിയിലാണോ എസെക്കിയേൽ പ്രവചനം കിടക്കുന്നത്? രണ്ടാമത്തെ പകുതി അല്ലേ? സങ്കീർത്തനം കഴിഞ്ഞാണ് ഇത് ചെയ്യുന്നത്. സങ്കീർത്തനം മുമ്പ് ആദ്യ പകുതിയെ പറയാം, രണ്ടാമത്തെ പകുതി എന്ന് പറയുന്നത് സങ്കീർത്തനത്തിന് ശേഷമുള്ളതാണ് അല്ലേ? രണ്ടാമത്തെ പകുതിയിലാണ് കിടക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്കി വന്നപ്പോൾ പലരും എന്ത് ചെയ്തില്ല, വായന കഴിഞ്ഞിട്ടും ചിലർ എടുക്കാനായിട്ട് പറ്റിയില്ല അല്ലേ? അതിന് വേദോസം വേഗം എടുക്കുന്നതിന് ഒരു ട്രിക്കുണ്ട്. നമുക്ക് പുസ്തകം അറിയത്തില്ല എന്ന് വിചാരിച്ചു. എപ്പോഴും എടുത്തിട്ട് വായിക്കുന്നവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, പുസ്തകം നമുക്കറിയാം. പുസ്തകത്തിൻ്റെ പേരുകൾ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു രീതി. പണ്ട് അതങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ അഗരാതി എന്ന് പറഞ്ഞൊരു പേജ് ആദ്യത്തെ ഭാഗത്തുണ്ട്. അവിടെ നോക്കിയാൽ അതിൻ്റെ ഒരു പേജിൽ പഴയ നിയമവും അടുത്ത പേജിൽ പുതിയ നിയമവും. പുസ്തകത്തിൻ്റെ പേരുണ്ട്, പേജ് നമ്പരുമുണ്ട്. അതൊക്കെ ടക്കെന്ന് എന്ത് ചെയ്യാം, അത് നോക്കിയെടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ എടുക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ എന്ത് ചെയ്യും, അത് കിട്ടും. അതിനാണ് പുസ്തക പരിചയം എന്ന് പറയും. എന്താ പുസ്തക പരിചയം? വേറെ പുസ്തക പരിചയമല്ല, വേദപുസ്തക പരിചയം എന്ന് പറയും. പുസ്തകം നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ കൈ വിരലിൽ എന്ത് ചെയ്യത്തുള്ളൂ, അത് കിട്ടത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും വേദോസം വായിച്ചുകൊണ്ട് ഇരിക്കണം. ഓക്കെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഓക്കെ, കൽപ്പന കാക്കണം എന്ന് ഓരോ കൽപ്പന വായിച്ചപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾ പറഞ്ഞു അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്, കൽപ്പന കാക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. കൽപ്പന കാക്കുന്നുണ്ടോ? കൽപ്പന അനുസരിക്കുന്നുണ്ടോ? കൽപ്പന അനുസരിക്കുന്നു അല്ലേ? അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ അല്പസമയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം മോശയ്ക്ക് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്ത കൽപ്പനകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ തൊട്ട് അതിൻ്റെ 17-ാം അധ്യായം വരെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ ഈ കൽപ്പനകൾ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട കൽപ്പനകൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതായ കൽപ്പനകൾ എല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് ഓക്കെ. അതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഇസ്രായേൽ മക്കൾക്ക് ഈ കൽപ്പന കൊടുക്കുമ്പോൾ അവരെവിടെയാണ്? ഇനി പുസ്തകം അടച്ചു വെച്ചോ, എൻ്റെ നേരെ ശ്രദ്ധിക്കണേ. ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ദൈവം ഈ കൽപ്പന കൊടുക്കുമ്പോൾ അവരെവിടെയാണ്? നിങ്ങൾക്കറിയുള്ളത് പറഞ്ഞാൽ മതി. ഇവിടെ പാഠം വായിച്ച് കേട്ടതോ നിങ്ങൾ സ്വന്തം കൊണ്ട് വായിച്ചതോ എന്നാണെങ്കിലും കുഴപ്പമില്ല.
ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ദൈവം ഈ കൽപ്പന കൊടുക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ എവിടെയാണ് താമസിക്കുന്നത്? അറിയാമെന്ന് പറഞ്ഞല്ലേ? പോട്ടെ, എവിടെ ആയിരിക്കും പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞവരെ. മിസ്രൈം ദേശത്തോ? മിസ്രൈമിലാണോ? മിസ്രൈമിൽ നിന്നാണോ പറഞ്ഞത്? ഓക്കെ, ഒരാളിവിടെ മിസ്രൈം ദേശത്താണെന്ന് പറഞ്ഞു. ഓക്കെ, പറയാം. അടുത്ത ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം, വേറെ ചോദ്യം ചോദിക്കാം. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേക്കുന്നേ? എന്തിനാ വന്നേക്കുന്നേ? സ്ഥിരീകരണം അല്ലേ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം? അങ്ങനെ പറഞ്ഞേ. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ കയ്യൊപ്പ് ശുശ്രൂഷയാണ്. ഓക്കെ. കൺഫർമേഷൻ എന്ന് പറഞ്ഞാലോ? കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പിക്കുക അല്ലേ? സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പിക്കുക. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതെന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോവാണ്? ഉറപ്പിക്കാൻ പോവാണ് അല്ലേ? ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്? ഇന്ന് ഉറപ്പിക്കുക. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പഠിച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? ഇന്ന് എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുകയാണ്. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. അറിവുള്ളവർ, പഠിച്ചവർ വന്ന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? അവർ ഉറപ്പിക്കും. പഠിക്കാതെ അറിവില്ലാതെ വന്നാൽ അവരെന്ത് ഉറപ്പിക്കും? എന്തുറപ്പിക്കും? അല്ല, എന്തായിരിക്കും ഉറച്ചു പോണേ? ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെന്ന് കൈവയ്ക്കേ. മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർക്ക് കൈവക്കാം. ഓക്കെ. മാതാപിതാക്കന്മാർക്ക് കൈവക്കാം, വന്നിട്ടുള്ളവർക്ക്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ദേവാലയത്തിന് പുറത്ത് പോത്തിക്കലൊക്കെ ആൾക്കാരുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരുക്കി സ്ഥിരീകരണത്തിനായിട്ട് കൊണ്ടുപോകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെങ്ങനെ ഇവിടെ വന്നേ? വണ്ടിക്ക് വന്നോ, ബസ്സിന് വന്നോ, നടന്നു വന്നോ? നല്ല ചോദ്യം. എങ്ങനെയാണ് നിങ്ങൾ വന്നതെന്നാ ചോദ്യം അല്ലേ? ചോദ്യം മനസ്സിലായോ? സ്ഥിരീകരണത്തിനായിട്ട് എങ്ങനെയാണ് നിങ്ങൾ വന്നേ? കേട്ടില്ല? പ്രാർത്ഥിച്ചൊരുങ്ങിയാണോ വന്നേക്കുന്നത്? പറഞ്ഞേ മോള്, പറഞ്ഞേ. ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചാണ് വന്നിരിക്കുന്നത് അല്ലേ? ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. തിരുവേണ്ടി അങ്ങനെയൊന്നും എന്ത് ചെയ്യരുത് ഞങ്ങളെക്കുറിച്ച് വിചാരിക്കും. ഓക്കെ. എന്നാൽ എൻ്റെ മനസ്സിലുള്ള ഉത്തരം കിട്ടിയില്ല. എങ്ങനെയാണ് നിങ്ങൾ വന്നത്? ഞാൻ തന്നെ പറയാം. ഞാൻ ചോദ്യം അങ്ങനെ വേഗത്തിൽ മനസ്സിലാകത്തില്ല. ഇന്നേക്ക് ഏതാണ്ട് 14 വർഷം മുമ്പ് അല്ലേ, നമ്മൾ 14 വയസ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്ഥിരീകരണത്തിനാണുള്ള പ്രായം വെച്ചിരിക്കുന്നത്. 14 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് എന്ത് ചെയ്തു? നിങ്ങളുടെ മാതാപിതാക്കന്മാർ എന്ത് ചെയ്തു? ദേവാലയത്തിൽ നിങ്ങളെ കൊണ്ടുവന്നു അല്ലേ? ദേവാലയത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ സ്നാനപ്പെടുത്തി, അല്ലെങ്കിൽ ബപ്തീസ്മ കഴിച്ചു അല്ലേ? ബപ്തീസ്മ കഴിച്ചു. ബപ്തീസ്മ എന്താണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്? സ്നാനം എന്താണ്? സക്രമന്തുകളിൽ ഒന്നാ അല്ലേ? അപ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സക്രമത്തിൽ പ്രധാനപ്പെട്ട ആഗമത്തം. എത്ര സക്രമം ഉണ്ട് നമുക്ക്? 2 എണ്ണം. ഏതെല്ലാം? സ്നാനവും വിശുദ്ധ സംസർഗ ശുശ്രൂഷയും അല്ലേ? ഓക്കെ. അതിൽ അതിപ്രധാനമായിട്ടുള്ള ഒന്നാമത് പറഞ്ഞിരിക്കുന്ന സ്നാനം അല്ലെങ്കിൽ ബപ്തീസ്മയിൽ അല്ലേ? ബപ്തീസ്മപ്പെടുത്താനായിട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നിങ്ങളെ എന്ത് ചെയ്തു? ബപ്തീസ്മപ്പെടുത്തി. നമ്മുടെ രീതി അനുസരിച്ച് പ്രധാന വാതിലിൽ അവിടെ നിന്ന് സ്നാനത്തൊട്ടിയിൽ നിന്ന് നിങ്ങളെ സ്നാനപ്പെടുത്തിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നു. സ്നാനപ്പെടുത്താനായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അതുവരെ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യ കുഞ്ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, വിശുദ്ധ ബപ്തീസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? ദൈവത്തിൻ്റെ പൈതലായി തീർന്നു. പിന്നെ ആരായി തീർന്നു? മിശിഹായുടെ ശരീരമാണ്, സഭയുടെ അവയവമായി തീർന്നു. പിന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നു അല്ലേ?
അപ്പം നിങ്ങൾ വളരെ വ്യത്യസ്തരായ ആൾക്കാരായിത്തീർന്നു. അന്ന് നിങ്ങൾക്ക് പ്രായം എന്തുവരെ ഉള്ളൂ? ഇത്രയും പ്രായം. കുഞ്ഞുനാളിൽ അല്ലേ? കുഞ്ഞുനാളിൽ നിങ്ങൾ ആരായിത്തീർന്നു? ദൈവമകനായിട്ട്, ദൈവമകളായിട്ട്, ദൈവ പൈതലായിട്ട് തീർന്നു. കുഞ്ഞുനാളിലെ നിങ്ങൾ ആരായിത്തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു, അല്ലെങ്കിൽ ദൈവമകനായിട്ടും മകളായിട്ടും തീർന്നു. പിന്നെ ദൈവമകനും മകളായിട്ട് നിങ്ങൾ ഇങ്ങനെ വളർന്ന് പോരുകയാണ് അല്ലേ? നിങ്ങളെ സ്നാനപ്പെടുത്തിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നു. അന്നത്തെ അച്ഛൻ നിങ്ങളെ കൈകളിൽ എടുത്തു, കർത്തൃമേശയിൽ കൊണ്ട് എന്ത് ചെയ്തു? നിങ്ങളെ അവിടെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പൈതൽ എന്നേക്കും എന്ത് ചെയ്യണം? അങ്ങേക്കുള്ളവനായിട്ടിരിക്കണം അല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? സമർപ്പിച്ചതിന് ശേഷം തിരികെ നിങ്ങളുടെ പേരൻസിൻ്റെ കൈ, പപ്പായുടെയും മമ്മിയുടെയും കയ്യിൽ, ഡാഡിയുടെയും മമ്മിയുടെയും കൈ, അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരുടെയൊക്കെ കയ്യിൽ എന്ത് ചെയ്തു? തന്നു അല്ലേ? തന്നിട്ട് അവർക്ക് അന്നേരം വളരെ സന്തോഷമായി. ഓക്കെ, നമ്മൾ സാധാരണ ഈ സ്തോത്രാഴ്ച ഇവിടെ സമർപ്പിച്ച് നമ്മൾ എടുത്തുകൊണ്ട് പോകാറുണ്ടോ? കേട്ടോ? ഇല്ല. മുത്തുക്കട കൊണ്ടൊന്ന് സമർപ്പിക്കുന്നു, നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. വേദോസം ഇവിടെ കൊണ്ടൊന്ന് സമർപ്പിക്കുന്നു, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. ആടിനെയും കോഴിയും കന്നാലിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട്. എന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാറുണ്ടോ? കൊണ്ടുപോകണമെങ്കിൽ തന്നെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അല്ലേ? അല്ലാതെ നമ്മൾ കൊണ്ടുപോകത്തില്ല, ഇവിടെ സമർപ്പിക്കുകയാണ്. നിങ്ങളെയും എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു അല്ലേ? നിങ്ങളെയും ഇവിടെ സമർപ്പിച്ചു. ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ, ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവത്തിൻ്റെതാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ കുഞ്ഞായിരുന്നുകൊണ്ട് നിങ്ങളെ വളർത്താൻ വേണ്ടി എന്ത് ചെയ്തു? അന്നത്തെ അച്ഛൻ നിങ്ങളുടെ കൈ തന്നു വിട്ടു, നിങ്ങളുടെ പേരൻസിൻ്റെ കൈ തന്നു വിട്ടു. എന്തിനു വേണ്ടിയാ തന്നു വിട്ടേ? ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനു വേണ്ടിയാ തന്നു വിട്ടേ? വളർത്താൻ തന്നു വിട്ടു. എങ്ങനെ വളർത്താൻ? ദൈവത്തിൻ്റെ പൈതലായിട്ട് വളർത്താൻ. കാരണം ഈ പൈതൽ ആരാ? ദൈവ പൈതലാണ്. ദൈവാലയത്തിൽ സമർപ്പിക്കുന്നു. ഇവിടെയാണ് ആ കൊച്ചു വളരേണ്ടത്. പക്ഷേ എന്ത് ചെയ്തിരിക്കുന്നു? അതിൻ്റെ പ്രായം കേതുവായി. എന്നെ പരിപാലിക്കാൻ ഏറ്റവും ശരിയായിട്ടുള്ള പരിപാലനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? നിങ്ങളെ, ആ പൈതലിനെ നിങ്ങളുടെ പേരൻസിൻ്റെ കൈ തന്നു വിട്ടു. പോകാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, പോകാൻ വരട്ടെ, ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കൊച്ചിനെ നമുക്ക് ചുമ്മാ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വളർത്താൻ പറ്റത്തില്ല. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ പൈതൽ ഒരു ദൈവ പൈതലായിട്ട് തന്നെ എന്ത് ചെയ്യണം? വളരണം. അതിന് തക്കതായ ജീവിത സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ ഒരുക്കി കൊടുക്കാമോ? കൊടുക്കാം. ഈ കൊച്ച് നിങ്ങളുടെ ഏതെങ്കിലും രീതികൾ കണ്ട് എന്ത് ചെയ്തു? വഴിതെറ്റിപ്പോകാൻ ഇടയായിത്തീരും. ഈ കൊച്ചിനെ എപ്പോഴും എന്ത് ചെയ്യണം? ദൈവ പൈതലാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പ്രാർത്ഥന ഏതാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പ്രാർത്ഥന. ഓക്കെ, സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയാവുന്നവരെന്ന് കൈവയ്ക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയാവുന്നവർ. ഓക്കെ, എല്ലാവർക്കും അറിയാം. കൊള്ളാം. അതിനുശേഷം പറഞ്ഞു, ഈ കൊച്ചിനെ 10 കൽപ്പന പഠിപ്പിക്കണം. ഓക്കെ, 10 കൽപ്പന അറിയാവുന്നവർ കൈപ്പൊക്കിക്ക്. 10 കൽപ്പനകളും അറിയാവുന്നവർ. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. കൈപ്പൊക്കാതിരുന്നാൽ എന്ത് ചെയ്യും? പിന്നെ ഞാൻ ചോദിച്ചിട്ടിരിക്കും കേട്ടോ. ഓക്കെ, അറിയാം അല്ലേ? 10 അറിയാം. ഓർഡറൊന്നും കുഴപ്പമില്ല. 10 ചൊല്ലിയാൽ മതി. ചൊല്ലാൻ പറ്റുമോ? 10 കൽപ്പനകൾ ചൊല്ലാൻ പറ്റുമോ? ഇപ്പം ചോദിക്കുന്നില്ല. ചൊല്ലാൻ പറ്റുമോ? 10 കൽപ്പന പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഈ കൊച്ചിനെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നാ പഠിപ്പിക്കണം? വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. എത്രയാണ് വിശ്വാസ പ്രമാണം? 2 3 3 ഉണ്ടല്ലേ? ഏതെല്ലാം പേര് പറയാമോ? ഓക്കെ, എത്ര എണ്ണം നമ്മൾ പഠിക്കണം നിർബന്ധമായിട്ടും? ഏതെല്ലാം? ഓക്കെ, ഈ 2 വിശ്വാസ പ്രമാണം നിങ്ങൾക്ക് അറിയാമോ? ചൊല്ലാൻ അറിയാമോ? എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ, കൂടുതലായിട്ട് ചോദിക്കില്ല. വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. പിന്നെ ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന എല്ലാ സംഗതികളും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. പഠിപ്പിച്ചതിന് ശേഷം ഈ കൊച്ചിനെ സ്ഥിരീകരിക്കാനായിട്ട്, ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഉറപ്പിക്കാനായിട്ട്, ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. എപ്പിസ്കോപ്പ് ആരാ?
ആരാ? ബിഷപ്പ്, സഭാധ്യക്ഷൻ. നമ്മുടെ രീതി അനുസരിച്ച് ബിഷപ്പുമാരാണ് സാധാരണ എന്ത് ചെയ്യുന്നത്? സ്ഥിരീകരണ ശുശ്രൂഷ നടത്തുന്നത്. ചില സഭകളിൽ അച്ഛന്മാരും എന്ത് ചെയ്യുന്നത്? നടത്തുന്നുണ്ട്. ഓക്കെ. സ്ഥിരീകരിപ്പാട് എപ്പിസ്കോപ്പൽ കൊണ്ടുചെല്ലാൻ നിങ്ങൾ കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനും ചെയ്യുവാനും നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം പഠിപ്പിച്ചതിനും ചെയ്യപ്പെട്ടിരുന്നത് അല്ലേ? എത്ര വർഷം മുമ്പാണ്? ഇന്നേക്ക് റഫായിട്ട് പറഞ്ഞാൽ 14 വർഷം മുമ്പ് നിങ്ങളെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം പഠിപ്പിച്ച് എന്ത് ചെയ്യുകയാണ്? നിങ്ങളെ വരും മാതാപിതാക്കന്മാരുണ്ട്, ജ്ഞാനമാതാക്കന്മാർ എല്ലാവരും ചേർന്ന് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുക? ഇവിടെ ഹാജരാക്കിയിരിക്കുക അല്ലേ? നിങ്ങളെ സ്ഥിരീകരിച്ച് കൊടുക്കണം എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും? വളരെ സന്തോഷത്തോടെ അവർ ഹാജരാക്കിയിരിക്കുകയാണ്. ഇന്ന് വീട്ടിലൊക്കെ എന്തുണ്ട്? പല വീട്ടുകളിലും പ്രത്യേകമായ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വന്നിരിക്കാണ്ട് പന്തലുകളൊക്കെ എന്തിട്ടുണ്ട്? തയ്യാറാക്കിയിട്ടുണ്ട്. ചിലർ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സംവിധാനം എല്ലാം ചെയ്തു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച്. നിങ്ങൾ ആരായി തീർന്നിരിക്കുന്നു? നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ക്രിസ്തീയ പൈതലായിട്ട് എന്ത് ചെയ്യുന്നു? മാറുകയാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അല്ലേ? നിങ്ങളത് ചില പ്രതിജ്ഞകൾ ചൊല്ലിയാണ് എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. പ്രതിജ്ഞകൾ ചൊല്ലിയാണത് സ്വീകരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഇതുവരെയും പഠിച്ച എല്ലാ പ്രമാണങ്ങൾക്കും അനുസരിച്ചാണ് ഇരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെ 14 വർഷത്തിന് ശേഷം നിങ്ങളിവിടെ സ്ഥിരീകരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സ്നാനം മുതൽ സ്ഥിരീകരണം വരെയുള്ള ഒരു കാലഘട്ടം എത്ര വർഷമാണ്? 14 വർഷത്തിനിപ്പുറം നിങ്ങൾ എന്തെല്ലാം പഠിക്കണമായിരുന്നു? എന്തെല്ലാം പഠിക്കണമായിരുന്നു? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിക്കണമായിരുന്നു, 10 കൽപ്പന പഠിക്കണമായിരുന്നു, വിശ്വാസപ്രമാണം പഠിക്കണമായിരുന്നു. പിന്നെ ഒരു ക്രിസ്ത്യാനി അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ സംഗതികളും എന്ത് ചെയ്യണം? പഠിക്കണം. അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അതിനെ ബേസ് ചെയ്താണ് ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ. 10 കൽപ്പന കൊടുക്കുമ്പോൾ മുമ്പത്തെ ചോദ്യത്തിലേക്ക് തിരികെ വരികയാണ്. അവരെവിടെയാണ് കിട്ടുമ്പോൾ? ഒരാൾ പറഞ്ഞു മിസ്രൈമിലാണെന്ന് പറഞ്ഞു. ഇല്ല, വേറെക്കാരൊക്കെ ഉത്തരം പറയാനായിട്ട് ഒരുങ്ങി നീക്കുക കേട്ടോ. ഞാൻ അവരോട് ചോദിക്കും. നമുക്കൊന്നും മോശമാണ്, അവർക്ക് സ്ഥിരീകരണമൊന്നുമില്ല, നമുക്കുള്ള സ്ഥിരീകരണം. ഓക്കെ, ഒരു ഉത്തരം കൂടെ പറയാമോ? ഏതെങ്കിലും അറിയാം. ഇന്ത്യയിലായിരുന്നോ, ചൈനയിലായിരുന്നോ, റഷ്യയിലോ, എവിടെയെങ്കിലും പറഞ്ഞോ. ഏതെങ്കിലും ഒരു സ്ഥലം എവിടെയായിരുന്നു? പറഞ്ഞേ, നിങ്ങളൊന്ന് പറയും. ഫ്രണ്ടിൽ ഇരിക്കുന്നത് എന്നാൽ എനിക്ക് കുറച്ചുകൂടെ കേൾക്കാം. അപ്പം എവിടെയായിരുന്നു? അല്ല, ഇസ്രായേൽ മക്കൾ എവിടെയായിരുന്നു ചോദിച്ചത്? എവിടെയായിരുന്നു? എവിടെ? കനാൻ പർവ്വതത്തിലായിരുന്നു. ഓക്കെ, കനാൻ പർവ്വതത്തിലായിരുന്നു. ഓക്കെ, വേറെ ഉത്തരം വല്ലതും ഉണ്ടോ? ഹൊരേ പർവ്വതത്തിലായിരുന്നു. ഓക്കെ, ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്. അവർക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഞാൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. അവരെവിടെയാണെന്ന് ചോദിച്ചാൽ മിസ്രൈമിലായിരുന്നോ, ഇസ്രായേൽ ദേശത്തായിരുന്നോ, വേറെ എവിടെയെങ്കിലും ആയിരുന്നോ ചോദ്യം. ഒരു മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ കുറേശ്ശെ ശരി അതിൻ്റെ അകത്ത് ഉണ്ട്. അവരെവിടെയാണ്? മരുഭൂമിയിൽ. മിസ്രൈം വിട്ടിട്ട് അവർ ചെങ്കടലെല്ലാം കടന്ന് എവിടെ വന്നു? അവർ മരുഭൂമിയിൽ ആയിരിക്കാം. യാത്ര തുറന്നത് യാത്രയിലായിരുന്നു അല്ലേ? യാത്രയിലായിരുന്ന സമയത്താണ് അവർ ഇത് കൊടുത്തത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സീനായി പർവ്വതത്തിൻ്റെ അടിവാരമാണ് സ്ഥലം. എവിടെയാണ്? സീനായി പർവ്വതം കേട്ടോ. ഓർത്തിരുന്നാണ്. ഏത് പർവ്വതമാണ്? സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്താണ് അവർ ആ സമയത്ത് താമസിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഇവരെ എന്നാന്നും പറഞ്ഞാണ്, ഫറവോനോട് എന്നാ പറഞ്ഞിട്ടാണ് മോശ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്നത്? ഒരു റീസൺ പറയുന്നുണ്ട്. എന്താണ് റീസൺ പറയുന്നത്? ദൈവമക്കളെ രാജ്യത്തേക്ക് വിടണം. ഓക്കെ, എന്തിനു വേണ്ടി? മിടുക്കൻ. ദൈവത്തെ ആരാധിപ്പാൻ വിടണം അവരെ. ദൈവത്തിൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിപ്പാനായിട്ട് വിടണം. ദൈവത്തെ ആരാധിപ്പാനായിട്ട് അവരെന്ത് ചെയ്തു? ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് എന്ത് ചെയ്തു? ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതിന് ശേഷം, അനുഭവിച്ചതിന് ശേഷം എന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോശ എന്ത് ചെയ്ത് പുറപ്പെടുവിച്ച് കൊണ്ടുവരികയാണ്. എന്തിനാണ് കൊണ്ടുവരുന്നത്? ആരാധിക്കുക. ദൈവത്തെ ആരാധിപ്പാനാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കണം. അതല്ലേ?
ദൈവത്തെ ആരാധനയ്ക്കായിട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് വരുന്ന ആ ജനങ്ങൾക്കാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മോശ മുഖാന്തരം 10 കൽപ്പന കൊടുത്തത് ഓർക്കണം. ദൈവത്തെ ആരാധിപ്പാൻ വിടുവിച്ചു കൊണ്ടിരുന്ന ജനത്തിനെ ദൈവത്തെ ആരാധിപ്പാനുള്ള വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ, രീതികളിൽ, ചട്ടങ്ങളിൽ, പ്രമാണങ്ങളിൽ ഉള്ള സംഗതികളാണ് ഏത്? കൽപ്പനകൾ, അല്ലേ? അപ്പോൾ ആരാധനയും കൽപ്പനയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് നമ്മൾ ചിന്തിക്കണം. ആരാധനയും കൽപ്പനകളും. ദൈവ ആരാധന എന്ന് പറയുന്നത് അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മറന്നു പോകരുത്. ദൈവ ആരാധന ഏതിനെയും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു? അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ ആരാധനകളിൽ, CSI ആരാധനകളിൽ എന്ത് ഉപയോഗിക്കുന്നത്? ആരാധന സമയത്ത് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ എന്ത് പറയുന്നത്? കൽപ്പനകൾ പറയാം. കാരണം കൽപ്പനകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദൈവ ആരാധനയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അത് കൽപ്പന പറയുന്നുണ്ട്. പക്ഷെ കൽപ്പന പറയുന്നത് എപ്പോഴാണ്? നമ്മളിവിടെ കൽപ്പന പറയുന്നതിന് ശേഷം കൽപ്പന പറഞ്ഞതിന് ശേഷം എന്താ ഉള്ളത് ആരാധനയിൽ? ഒന്ന് ഓർത്ത് നോക്കി. ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ കൽപ്പന പറഞ്ഞു കഴിഞ്ഞ് ഏതാണ്? ഓർക്കുന്നുണ്ടോ? കൽപ്പന പറഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്തു? നമ്മളനുസരിക്കാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നാ പറഞ്ഞു? ഓക്കെ. കൽപ്പന പറഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് പാപം ഏറ്റു പറച്ചിലാണ്. എന്താണ്? പാപം ഏറ്റു പറയുകയാണ്, അല്ലേ? പാപം ഏറ്റു പറഞ്ഞതിന് ശേഷം എന്താ പറയുന്നത്? കൃപാമൊഴികളാണ് പറയുന്നത്, അല്ലേ? കൃപാമൊഴികൾക്ക് ശേഷം എന്ത് പറയുന്നു? പാപമോചന അറിയിപ്പാണ് വരുന്നത്. ഓക്കെ. അത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ പാപി പോലും ഇവിടെ ഇല്ല, അല്ലേ? പാപമെല്ലാം ഏറ്റു പറഞ്ഞാൽ നമ്മളെല്ലാവരും ആരായി തീർന്നു? വിശുദ്ധന്മാരും വിശുദ്ധകളുമായി തീർന്നു, അല്ലേ? അപ്പം അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം മാത്രമേ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരാധനയും കൽപ്പനയും വിശുദ്ധിയൊക്കെ ആയിട്ടുള്ള ആ ബന്ധം മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോൾ ഈ കൽപ്പന സ്വീകരിക്കാൻ കേൾക്കാനായിട്ട് പോകുമ്പോൾ അന്നത്തെ ജനത്തിൻ്റെ ഒരുക്കം അത് നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കണം. അത് 20 പുറകോട്ടുള്ള അധ്യായം, 18, 17, 18, 19 അധ്യായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെ എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 19-ാം അധ്യായത്തിൽ എടുത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കൽപ്പനയെക്കുറിച്ചുള്ള കേൾവി അവരെ കേട്ടത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം ഈ കൽപ്പനകൾ സ്വീകരിപ്പാനായിട്ട് അവർക്ക് ഓഫ്ഹാൻഡായിട്ട് എന്ത് ചെയ്ത് പോകത്തില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ സംഗതി, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തില്ല? നമ്മളിവിടുന്ന് ഇരവിഴാപ്പൂഞ്ചിറയ്ക്ക് പോകുന്ന വഴിക്ക് ശരി എന്നാൽ പള്ളിയിലൊന്ന് കയറിയേക്കാന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്. അങ്ങനെ വരുന്ന ആരാധന അല്ല ആരാധന എന്ന് പറയും. ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കേൾക്കാനായിട്ട് ദൈവസന്നിധി കൂടി വരണമെന്ന് പറഞ്ഞപ്പോൾ, പർവ്വതത്തിൻ്റെ അടിവാരത്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ കൂടി വരാൻ ചില നിബന്ധനകളുണ്ടായിരുന്നു. ചുമ്മാ എന്നാൽ കൂടി വന്നേക്കാം, നമ്മളും കനാനാട്ടിലേക്ക് പോകാനുള്ള ശരി എന്നാ ദൈവം പറഞ്ഞില്ല നമുക്കൊന്ന് കൂടിയേക്കാം. അങ്ങനെയല്ല. കഞ്ഞാറിന് പോവല്ലേ, എന്നാൽ ശരി പള്ളിയിലൊന്ന് കയറിയിട്ട് പോയേക്കാം. അതല്ല, പള്ളിയിൽ വരണമെങ്കിൽ പള്ളിയിലേക്ക് തന്നെ എന്ത് ചെയ്യണം? വരണം. ദൈവാലയത്തിൽ വരണമെങ്കിൽ ദൈവാലയത്തിലേക്ക് വരണം. അതിന് ശേഷമായിരിക്കണം മറ്റു കാര്യങ്ങൾ ഓർക്കണം. ദൈവാലയത്തിലേക്ക് വരുന്നതിന് പ്രത്യേകതയുണ്ട്, അതിന് ഒരുക്കം ആവശ്യമാണ്. ഇവിടെ ഈ കൽപ്പന കേൾക്കാൻ വേണ്ടി, വിശുദ്ധനായ ദൈവത്തിൻ്റെ കൽപ്പനകൾ കേൾക്കാൻ വേണ്ടി അവർ 3 ദിവസം വളരെ പ്രത്യേകമായി ഒരുങ്ങി എന്നാണ് അതിൻ്റെ പുറകിലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ സീനായി പർവ്വതത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇറങ്ങി വരുന്നത്. അവിടെ പർവ്വതത്തിൽ എന്ത് ചെയ്യരുത്? ആരും കയറരുത്. അതിന് പ്രത്യേകിച്ച് വെയില് വെക്കണം. നമ്മൾ ഈ കോമ്പൗണ്ടിന്, ചർച്ചിൻ്റെ കോമ്പൗണ്ടിന് വെയില് വെച്ചേക്കുന്ന പോലെ വെയില് വെക്കണം. വെയിലിക്ക് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്തു? ഒറ്റ മനുഷ്യൻ കയറരുത്, മൃഗം കയറരുത്, മനുഷ്യനും എന്ത് ചെയ്യരുത്? കയറരുത്. കയറിയാൽ ആ നിമിഷം അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. മൃഗമാണേലും എന്ത് ചെയ്യാൻ? കൊന്നു കളയണം. അത്രയും ശക്തമായിട്ടുള്ള കൽപ്പനയായിരുന്നു ഉണ്ടായിരുന്നത്. വിശുദ്ധീകരണം പിന്നെ അതിർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യരുത്? കാരണം ദൈവം വിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് മറ്റാൾക്കാർ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? അത് അവർക്ക് അപകടം വരുത്തും. അതുകൊണ്ട് മോശയോട് പറഞ്ഞു, മോശ എന്ത് ചെയ്ത്? വളരെ സ്ട്രിക്റ്റായിട്ട് ഇത് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഒരുക്കത്തോടെ നിന്ന ജനത്തിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവ ആരാധനയ്ക്കുള്ള ഈ കൽപ്പനകൾ എന്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ
ഈ 20-ാം അധ്യായം കഴിഞ്ഞ് നമ്മൾ വായിച്ച് വരുമ്പോൾ 34, 35, 36 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടം വരെയും ഈ കൽപ്പനയെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. ചില 1-2 സമയത്ത് തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ഒഴിവാക്കിയാൽ ബാക്കി മുഴുവനും പറഞ്ഞിരിക്കുന്നത് മുഴുവനും എന്താണ്? കൽപ്പനയെക്കുറിച്ച്, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച്, അതിൻ്റെ പരപ്പനയെക്കുറിച്ചും അതിൻ്റെ വിശാലതയെക്കുറിച്ച്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് ഒരു വിശദീകരണമാണ്. കൽപ്പനകളുടെ വ്യാഖ്യാനമാണ് പിന്നീട് അവിടെ പറയുന്നത്. എന്താണ്? കൽപ്പനകളുടെ വ്യാഖ്യാനമാണ്. ഇത് കൽപ്പനയാണ് അതിൻ്റെ ബേസ്. ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞാണ്. ആ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെ ഭരണം നടത്തണം, ഒരു സാധാരണ ഒരു വീട്ടുകാരൻ അതിൻ്റെ അയൽക്കാരൻ എന്ത് ചെയ്യണം, അവൻ്റെ വേലക്കാരനോട് എന്ത് ചെയ്യണം, അവൻ വളർത്തുന്ന മൃഗങ്ങളോട് അവനെ ചിന്ത ചെയ്യണം, അയൽക്കാരൻ്റെ മൃഗത്തോട് അവൻ എന്ത് ചെയ്യണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കൽപ്പനയെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കണം. ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് അവരുടെ ആരാധന ജീവിതം എന്ന് പറയുന്നത് ദേവാലയത്തിൽ വന്നുള്ള ആരാധന മാത്രമല്ല, അത് പുറമേയുള്ള ആലയത്തിന് പുറത്തുള്ള ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന് ഉള്ളിലുള്ള ആ ആരാധനയും പുറമേയുള്ള ജീവിതവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. രണ്ടും കൂടെ വേർപിരിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല എന്നതിൻ്റെ സാരം. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? ഇവിടെ എന്ന് പറയുന്നത് ഈ ആരാധനയുടെ ഒരു കണക്കിന് പറഞ്ഞാൽ തത്വങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ തത്വങ്ങളാണ്, അല്ലേ, പ്രിൻസിപ്പിൾസാണ് ഇവിടെ നടക്കുന്നത്. പ്രാക്ടിക്കൽ എവിടെയാണ് നടക്കുന്നത്? പ്രാക്ടിക്കൽ എവിടെയാണ്? ആലയം ആരാധന എന്ന് പറയും, ദേവാലയത്തിന് ഉള്ളിലുള്ള ആരാധന പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ പ്രാക്ടിക്കൽ എവിടെയാണ്? പ്രാക്ടിക്കൽ എവിടെ? പ്രാക്ടിക്കൽ എവിടെയാണ്? ജീവിതത്തിൽ, ദേവാലയത്തിന് പുറത്ത്. ചോദ്യം വളരെ സിമ്പിളാണ്. ദേവാലയത്തിനുള്ളിലെ ആരാധന പ്രിൻസിപ്പിളാണെങ്കിൽ പ്രാക്ടിക്കൽ എവിടെയാണെന്ന് വെച്ചാൽ ദേവാലയത്തിന് പുറത്ത്, അല്ലേ? ദേവാലയത്തിന് പുറത്താണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെവിടെ ചെയ്യേണ്ടതാ? എവിടെ ചെയ്യേണ്ട? ദേവാലയത്തിനകത്ത്. അകത്തുള്ള മോഷണത്തെക്കുറിച്ച് ചില പറയുന്നത് അകത്ത് മോഷ്ടിക്കുന്നുണ്ടായിരിക്കും, അല്ലേ? അതൊരിക്കലും പാടില്ല. അപ്പോൾ തന്നെ ശിക്ഷയ്ക്ക് എന്താണ് കാരണമായി തീരും. മോഷ്ടിക്കരുത് എന്നൊരു കൽപ്പന ഇവിടെ വായിച്ചതിന് ശേഷം അതെവിടെയാണ് നടപ്പാക്കുന്നത്? എവിടെയായിരിക്കും മോനെ? പുറത്ത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ എനിക്ക് ഉണ്ടാകരുത്, ഞാനാണ് ദൈവം, യഹോവയാകുന്ന ഞാൻ നിന്റെ ദൈവമാകും, ഞാനല്ലാതെ ഒരു ദൈവം നിനക്കുണ്ടാകരുത്, അല്ലേ? അത് പറഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? പുറത്തേക്ക് ഇറങ്ങുകയാണ്, അല്ലേ? അപ്പോൾ അത് എവിടെ നടപ്പാക്കേണ്ടത്? എവിടെയാണ്? ഈ ഏകദൈവത്തെ ഇവിടെ ആരാധിച്ചതിന് ശേഷം പുറത്തു പോയിട്ട് എന്ത് ചെയ്യരുത്? വേറെ ഒരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. ഇവിടെ അതിൻ്റെ തത്വമാണ്, പ്രിൻസിപ്പിളാണ്, പ്രമാണമാണ്. അത് അനുസരിക്കേണ്ടത്, ചെയ്യേണ്ടത് എവിടെയാണ്? പ്രാക്ടിക്കൽ സൈഡ് എവിടെയാണ്? പുറത്താണ്, അല്ലേ? വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലേ രണ്ടാമത്തെ കൽപ്പന? വിഗ്രഹം ഉണ്ടാക്കരുത്. വിഗ്രഹം ഉണ്ടാക്കുന്നത് ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതിന് നമസ്കരിക്കരുത്. യാതൊരു തരത്തിൽ വിഗ്രഹത്തെ എന്ത് ചെയ്യും? നമസ്കരിക്കരുത്, കുമ്പിടരുത്. ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പോവുകയാണ്. അവിടെയാണത് ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത്, അല്ലേ? ഓക്കെ. അപ്പനെയമ്മയും ബഹുമാനിക്കുക, അല്ലേ? ദേവാലയത്തിൽ ഉള്ളിൽ വന്നിരിക്കുമ്പോഴുള്ള ബഹുമാനം അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഈ കൽപ്പനയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്ക് പോകണം, അല്ലേ? എങ്ങനെയായിരിക്കും അപ്പനെയമ്മയും ബഹുമാനിക്കുന്നത്? അപ്പൻ പറയാണ്, പപ്പ പറയാണ്, ഡാഡി പറയാണ്, എടാ മോനെ കൊണ്ട് വന്നേ. എനിക്കിപ്പം നേരെയല്ല, ഞാൻ കളിക്കാൻ പോകണം, അല്ലേ? കളിക്കാൻ പോകും. ഈ പണ്ടൊക്കെ ആയിരുന്നു കളിക്കാൻ പോകാൻ തുടങ്ങി. ഇപ്പോഴോ? ഇപ്പം ഞാനിങ്ങനെ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പ പോട്ടെ, അവനോട് പറഞ്ഞിട്ടും കാര്യമില്ല, പപ്പ തന്നെ ഇന്ന് പോയി കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലേ? പപ്പ പറഞ്ഞ് അനുസരിച്ചോ നമ്മൾ? ഇല്ല. ബഹുമാനിക്കുന്നതാണോ? ഓക്കെ. മമ്മി പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ ഓഫ് ചെയ്യണേ, എനിക്കിപ്പം നേരം. അനുസരണമോ ബഹുമാനമോ എന്നതാ? അത് എന്തായിരിക്കും? മമ്മി പറഞ്ഞ് കേട്ടില്ല, അത് അനുസരണമാണോ? മാതാപിതാക്കളെ അനുസരിക്കുന്നതാണോ അതോ ബഹുമാനിക്കുന്നതാണോ? ഏതിപ്പെടും? നമ്മൾ സാധാരണ ചെയ്യുന്ന അല്ലേ, ചെയ്യുന്നല്ലേ? അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. അത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ചെയ്യത്തു. അത് അനുസരണമാണോ അല്ലെങ്കിൽ ബഹുമാനമാണോ? വേദോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ മകൻ മക്കളെ വിളിച്ച് പറഞ്ഞു, എടാ മോനെ, തോട്ടത്തിൽ പോകണം, അവിടെ പണിക്കാരൊക്കെ ഉണ്ട്, പോയി കാര്യങ്ങൾ നോക്കണം. അപ്പം എനിക്കിപ്പം നേരമൊന്നുമില്ല. മൂത്തവൻ പറഞ്ഞു, എനിക്ക് വേറെ ഇത്തിരി പണിയുണ്ടത്. ഇളയമാനോട് പറഞ്ഞു, എടാ മോനെ,
നീ ഒന്ന് പണിക്കാരെ കണ്ടപ്പോൾ നീ ഒന്ന് പോയി നോക്കണം. ഞാൻ പോകാം അപ്പ. പോകാം അപ്പ എന്ന് പറഞ്ഞ് വളരെ സോപ്പിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവൻ പോയില്ല. മറ്റേ മകൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ മോശമായി പോയല്ലോ, അപ്പനെ അമ്മയെ ബഹുമാനിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവനെന്ത് ചെയ്തു, അവൻ പോയി കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് പോകും. ചോദ്യമുണ്ട്, അപ്പൻ്റെ ഇഷ്ടം ചെയ്തത് ആര്? അപ്പൻ്റെ ഇഷ്ടം ചെയ്തത് ആര്? അപ്പനെ ബഹുമാനിച്ചത് ആരാ? ആദ്യം പറഞ്ഞ അവനല്ലേ, പോകത്തില്ല എന്ന് പറഞ്ഞവൻ പോയില്ല, അവൻ അനുസരിച്ചു. പിന്നെ ഓർത്തു, അയ്യോ അപ്പം പറഞ്ഞ് ചെയ്തില്ലല്ലോ. ഇളയമാനോ പോകാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അവനങ്ങനെ സോപ്പിട്ട് അവിടെ ഇരുന്നു. അതനുസരിച്ചില്ലെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ പേരൻസിനെ ബഹുമാനിക്കണമെന്ന് പറയാൻ, പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് കേൾക്കണം, അവരുടെ അരുതാത്തൊന്നും എന്ത് ചെയ്യരുത്, പറയരുത്. ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് വളരെ 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 നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള വേദനകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പൻ എന്ത് ചെയ്യുന്നു, അപ്പൻ മകനെ ഉപദ്രവിക്കുന്നു, മകൻ അപ്പനെ ഉപദ്രവിക്കുന്നു, അമ്മ മകനെ ഉപദ്രവിക്കുന്നു, മകൻ അമ്മയെ ഉപദ്രവിക്കുന്നു, മക്കൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നു. അങ്ങനെ ഉപദ്രവിക്കുന്ന മാത്രമല്ല, അതിൻ്റെ ഒരു വാക്ക് നമുക്ക് പറയാനായിട്ടില്ല. അത്രയും കഠിനഹൃദയന്മാരായിട്ട് എന്ത് ചെയ്യുന്നു. കഠിനഹൃദയം എന്നൊരു വാക്കല്ല, അതിന് അപ്പുറം എന്തെങ്കിലും കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. പത്രമൊക്കെ നമ്മളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വാർത്താമാധ്യമങ്ങളിൽ കേൾക്കുന്ന കേൾവികൾ നമ്മളെക്കാൾ പ്രായമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു, വളരെ നിഷ്ഠൂരമായി ഉപദ്രവിക്കുന്നൊരു തലമുറ അത് വളർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെയും ഇതുപോലുള്ള കൽപ്പനകളുടെ, അതിശ്രേഷ്ഠമായ കൽപ്പനകളുടെ ലംഘനമാണ് എന്ന് ഞാൻ സമയത്ത് ഓർപ്പിക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ദേവാലയത്തിനുള്ളിൽ അതെന്താണ്, അത് പ്രിൻസിപ്പിളാണെങ്കിൽ, തത്വമാണെങ്കിൽ, പ്രമാണമാണെങ്കിൽ ദേവാലയത്തിന് പുറത്ത് അതനുസരിക്കേണ്ടതാണ് അല്ലേ. ഇവിടെ നിങ്ങൾ 10 കൽപ്പനയും ഇന്നത്തെ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞനുസരിക്കാം എന്ന് പറഞ്ഞ് പോവുകയാണേ. ഒരാഴ്ച നിങ്ങൾക്ക് 6 ദിവസമുണ്ട്. 7-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ. വീണ്ടും വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. വീണ്ടും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. ഏതാ ആവർത്തിക്കുന്നത്? കൽപ്പനകൾ വായിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ സേക്കാർക്ക് പറ്റിയ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. കൽപ്പന യേശു എന്ത് ചെയ്തു, ചുരുക്കി പറഞ്ഞു അല്ലേ. 10 കൽപ്പന 2 ആക്കി പറഞ്ഞു. നമുക്ക് സമയക്കുറവുള്ള ആൾക്കാരാകും, അതുകൊണ്ട് 2 ആക്കി പറഞ്ഞു. 2 ആക്കി പറഞ്ഞിട്ടും അതിനെക്കുറിച്ചുള്ള വിശദീകരണവും പറയുകയുണ്ടായി. ആ വിശദീകരണം പറയുമ്പോൾ നമുക്കത് കുറേ കൂടെ ഇപ്പോൾ ഈ 10 കൽപ്പന പറയുന്ന പോലെ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അത് ഉൾക്കൊണ്ടുവന്ന് കാണുവാൻ സാധിക്കും. ഓക്കെ, 10 കൽപ്പന പറഞ്ഞതിന് ശേഷം പാപമേറ്റ് പറച്ചിലാണെന്ന് ഞാൻ പറഞ്ഞു. ആരാധനയിലേക്ക് വരും. ഇന്ന് 10 കൽപ്പനയും പറഞ്ഞു, പാപമേറ്റ് പറച്ചിലും കഴിഞ്ഞു അല്ലേ. പാപമേറ്റ് പറച്ചിൽ പ്രാർത്ഥന സേക്കാർക്കുണ്ടോ? നിങ്ങളുടെ ഒരു മനസ്സിലാക്കലിൽ എന്തു തോന്നുന്നു? പാപമേറ്റ് പറച്ചിലിൽ വേറൊരു പദം പറയാമോ? പറഞ്ഞു കുമ്പസാരം. അതാണ് പറഞ്ഞത്. കുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്താ? കത്തോലിക്ക പള്ളിയിൽ അവർ സഭക്കാരൊക്കെ പറയുന്നത് കുമ്പസാരം എന്ന് പറയുന്നല്ലേ. മറ്റ് ചില സഭകൾ കുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, പാപം ഏറ്റു പറയുക. പാപം അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട അച്ഛന്മാരോട് എന്ത് ചെയ്യുക, ഏറ്റു പറയണം. ആ ആഴ്ചയിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം പിന്നീട് ആ കുമ്പസാരം എടുക്കുന്ന സമയം വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, തെറ്റിപ്പോയി, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അത് ക്ഷമിക്കണം എന്ന് പറയുന്നു. എന്തോ അപ്പോൾ ഉടനെ അച്ഛനെ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതാണ് അവിടുത്തെ കുമ്പസാരം എന്ന് പറയുന്നത്. കുമ്പസാരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ഉപദേശം അനുസരിച്ച് കുമ്പസാരിക്കാതെ എന്ത് ചെയ്തില്ല, കുമ്പസാരിക്കാതെ കമ്മ്യൂണിന് കൊള്ളാൻ പറ്റും, കുർബാന കൊള്ളാൻ പറ്റും. കുമ്പസാരിക്കാതെ കുർബാന കഴിക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മുടെ പെൺകുട്ടികളെയൊക്കെ പലപ്പോഴും കത്തോലിക്ക പള്ളിയിലൊക്കെ കെട്ടിച്ചു വിടാറുണ്ടല്ലേ. അതുപോലെ കുമ്പസാരമുള്ള ദേവാലയങ്ങളിലെ സഭകളിൽ കെട്ടിച്ചു വിടാറുണ്ട്. അവരുടെ ഉപദേശം എന്താ? കുമ്പസാരിക്കാതെ എന്ത് ചെയ്യരുത്, അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാതെ എന്ത് ചെയ്യരുത്, യാതൊരു കാരണവശാലും കമ്മ്യൂണിന് വരരുത് അല്ലേ. നമ്മുടെ പിള്ളേർ അവിടെ പോയിട്ട് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്തു, ആ പ്രമാണമൊന്നും അവരുടെ മനസ്സിൽ നേരത്തെ കിടക്കുന്ന ഈ പ്രമാണമായിട്ട് ഓടി വന്ന് അവരെന്ത് ചെയ്യുന്നു, ഇത് കൂടാറുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മളൊരു സഭ വിട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണം, ആ സഭയുടെ ഉപദേശം നമ്മൾ പാലിപ്പാൻ ബദ്ധശ്രദ്ധരായിരിക്കണം. അവിടെ ഒരു പ്രമാണം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്രമാണമാണ്, അത് നമ്മൾ ചെയ്യണം. അതവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്,
പാപം ഏറ്റു പറഞ്ഞിട്ടാണ് വിശുദ്ധ സംസദത്തിലേക്ക് വരുന്നത്. അതെല്ലാ പള്ളിക്കാർക്കും അങ്ങനെ തന്നെ, എല്ലാ സഭക്കാർക്കും അങ്ങനെ തന്നെ, നമുക്കും CSIക്കാർക്കും അങ്ങനെ തന്നെ. അച്ഛന്മാരോട് എന്ത് ചെയ്യുന്നില്ല? പാപം ഏറ്റു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാപം ഏറ്റു പറയാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പാപം. അതൊരു മോഡൽ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്? ആരാധന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇടയ്ക്കൊരു മൗന പ്രാർത്ഥനയുണ്ട്. എന്ത്? കൃപാവഴികളൊക്കെ വായിക്കുന്നതിന് മുമ്പ് ഒരു മൗന പ്രാർത്ഥന, പാപമേറ്റ് പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് ഒരു മൗന പ്രാർത്ഥന ഉണ്ട് അല്ലേ? നമ്മുടെ കുറവുകളെല്ലാം ഏറ്റു പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കും. അതാണ് കുമ്പസാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പാപമേറ്റ് പറച്ചിൽ പ്രാർത്ഥന, അനുതാപ പ്രാർത്ഥന എന്ന് പറയും. അനുതാപ പ്രാർത്ഥനയ്ക്ക് സഹായമാണ് ഏത്? പാപമേറ്റ് പറയുന്നതിന് സഹായമാണ് ഏത്? അതിന് തൊട്ട് മുമ്പ് വായിച്ച കൽപ്പനകൾ. നിങ്ങൾ ശ്രദ്ധിക്കണം. പാപമേറ്റ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വായിക്കപ്പെട്ട കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ. എല്ലാവരും ശ്രദ്ധിക്കുക. പാപമേറ്റ് പറയേണ്ടത് വായിക്കപ്പെട്ട കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. കൽപ്പനയോ മുഴുവനായിട്ടോ കൽപ്പനയുടെ ചുരുക്കമോ വായിച്ചു കേട്ടതിന് ശേഷമാണ് പാപമേറ്റ് പറയാൻ അവസരം തരുന്നത്. ഈ കൽപ്പനകളിൽ ഏതെങ്കിലും നിങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം, സാരം. കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ 10 കൽപ്പനകളിൽ 9 അനുസരിച്ചിട്ടുണ്ട്, മോഷ്ടിക്കരുന്നൊരു കൽപ്പന മാത്രം അന്ന് മോഷ്ടിച്ചു പോയി എന്ന് ഓർത്താൽ എന്ത് ചെയ്യണം? അപ്പം തന്നെ ദൈവമേ തെറ്റുപറ്റിപ്പോയി, അങ്ങയുടെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു, മാപ്പാക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ട് പറയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ നമ്മൾ ഓർക്കണം. ഓർത്തിട്ട് അതിലേതെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവമേ തെറ്റിപ്പോ, ക്ഷമിക്കണം. പോയ വഴിക്ക് വേറെ നേർച്ചക്കുറ്റി പൈസ ഇട്ട് തെറ്റിപ്പോയതാണ് പാപ്പ. അപ്പനോടും അമ്മച്ചിയോടും കർന്നവന്മാരോട് പ്രായമുള്ളവരോട് വഴക്കുണ്ടാക്കി തെറ്റിപ്പോയി ദൈവമേ. പറയണം, തെറ്റിപ്പോയി, സമ്മതിക്കും, ക്ഷമിക്കണം അല്ലേ? ക്ഷമിക്കണം. മോഹിക്കരുത്. അയ്യോ മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ ക്ഷമിക്കണം. അതങ്ങനെ കൽപ്പനകളെ അടിസ്ഥാനമാക്കിയാണ് എന്ത് പറയുന്നത്? നമ്മുടെ പാപം ഏറ്റു പറയേണ്ടത്. ഒരുപക്ഷെ കുറച്ചുകൂടെ അതിന് ക്ലിയറായിട്ട് പറഞ്ഞാൽ, യേശു എന്ത് ചെയ്തിട്ടുണ്ട്? യേശു കൽപ്പനകൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പോകുന്നു കാണാൻ സാധിക്കും. ഇത് അക്ഷരത്തിൽ ഉള്ള കൽപ്പനകൾ, കല്ലിൽ എഴുതിയ കൽപ്പനകൾ. യേശു അതെന്ത് ചെയ്യുന്നു? അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ അത് വിശുദ്ധമായിട്ട് പറയുന്നുണ്ട്. കൽപ്പനകളെ വ്യാഖ്യാനം നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ കൽപ്പനകൾ എങ്ങനെയാണ് കർത്താവ് വ്യാഖ്യാനിച്ചതെന്ന് ആ ഭാഗത്തും അതുപോലെ തന്നെ മറ്റ് സുവിശേഷ വേദഭാഗങ്ങളിലും യേശു പലതവണ വിശദീകരിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കുറെ കൂടെ അറിവ് നമുക്കതിനെക്കുറിച്ച് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചുരുക്കം ഇതാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ വായിച്ചു കേട്ടാൽ ആ കൽപ്പനകളിൽ ഏതെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓർമ്മ വന്നാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? അത് ഏറ്റുപറയുക. അങ്ങനെ ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ആരാധനയിൽ വിശുദ്ധ സംസർഗത്തിനായിട്ട് കടന്നു വരാവൂ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യണം? ആരാധന എടുക്കണം. കുറേ കഴിയുമ്പോൾ നിങ്ങളോടൊരു ചോദ്യമുണ്ട്. നിങ്ങൾ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുമെന്ന് ഉറപ്പ് തന്നിട്ട് പോകുന്നിരിക്കും അല്ലേ? സമ്മതിക്കുന്നതാണ്. നിങ്ങളെന്ന് പറയും, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഉത്തരം കൂടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്നാ പറഞ്ഞിട്ട് പോകും? ഞാൻ സമ്മതിക്കുന്നു പറയാം. സമ്മതിച്ചാൽ എന്ത് ചെയ്യണം? സമ്മതിച്ചാൽ വരണം അല്ലേ? എല്ലാ ഞായറാഴ്ചയും എന്ത് ചെയ്യണം? ഇവിടെ വരണം. ഇവിടെ വരാൻ പറ്റത്തില്ലെങ്കിൽ ദൂര സ്ഥലങ്ങൾക്കാണെങ്കിൽ നമ്മുടെ പള്ളികൾ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഉണ്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിയനുള്ള സഭകളുണ്ട്. അവിടെ എന്ത് ചെയ്യണം? വിശുദ്ധ ദിവസം ആരാധനയ്ക്കായിട്ട് പോകണം. പോകും എന്ന് പറഞ്ഞാണ് നിങ്ങൾ പോകുന്നത്. പിന്നത്തെ ചോദ്യം കൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വേദോസം വായിക്കും ചോദ്യം അല്ലേ? ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും. ഇന്ന് ദേവാലയത്തിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചത് കേൾപ്പിക്കുകയും ഇന്ന് രാവിലെ പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചത്. ഓക്കെ. വേദോസം പറഞ്ഞാൽ ഓക്കെ. മോൻ വായിച്ചോ? ഇല്ല. ഏതാ? ഓക്കെ. ഇന്നലെ വേദോസം വായിച്ചത്, ഇന്നലെ വേദോസം വായിച്ചത് നമ്മൾ സ്വന്തമായിട്ട് വായിക്കുന്നതാണ്. മോൻ വായിച്ചായിരുന്നോ? ഓക്കെ. ഏതാ? അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുമോ? വേദോസം വായിക്കും. എല്ലാ ദിവസവും വേദോസം വായിക്കും. ദൈവത്തിൻ്റെ വചനം വായിക്കുമോ? പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കുമോ? ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചവരെന്ന് കേൾക്കും. പ്രാർത്ഥിച്ചവർ നമ്മൾ സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചവർ ഓക്കെ. ഓക്കെ. ഇന്നലെ പ്രാർത്ഥിച്ചവരെന്ന് കേൾക്കും. ഇന്നലെ പ്രാർത്ഥിച്ചവർ
ഓക്കെ, കൈതറി. ചോദ്യം ഇതാണ്: നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്നാണ് ചോദ്യം, അല്ലേ? നിങ്ങൾ പറയും വായിച്ചോളാം, എല്ലാ ദിവസവും വായിക്കും എന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ദിവസവും വായിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായിക്കും. നിങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞിട്ട് പോകുന്ന എവിടെ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമ്മൾ വായിക്കും എന്ന് പറഞ്ഞാൽ ആ കാര്യം ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന്, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വന്ന പോലെ അല്ല തിരിച്ചു പോകുന്നില്ലേ? കുറേ പ്രതിജ്ഞകളൊക്കെ എടുത്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ചില കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? തിരികെ പോകുന്നത്. മുമ്പത്തെ പോലെ നമുക്കങ്ങനെ ഉഴപ്പാൻ പറ്റത്തില്ല, അറിയത്തില്ലായിരുന്നത് പറയാൻ പറ്റത്തില്ല. അതെല്ലാം നമ്മൾ തീരുമാനം എടുത്തുകൊണ്ടാണ് പോകുന്നത്. പറഞ്ഞു വരുന്നത്, ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം, 7 ദിവസത്തിലെ ഒരു ദിവസം ദൈവ ആരാധനയ്ക്ക് വേണ്ടി ഈ തത്വങ്ങളും ഈ പ്രമാണങ്ങളെല്ലാം വായിച്ച് പറഞ്ഞതിന് സമർപ്പിച്ചുകൊണ്ടതിന് ശേഷം തിരികെ പോയതിന് ശേഷം 6 ദിവസം നമ്മൾ ദേവാലയത്തിന് പുറത്താണ്. 6 ദിവസം ദേവാലയത്തിന് പുറത്താണ്. നമ്മൾ ദൈനംദിന വ്യാപാര രംഗങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുകയാണ്. അതിൽ ഈ കൽപ്പനകൾ ഒന്നും എന്ത് ചെയ്യരുത്? ലംഘിക്കപ്പെടരുത്. ലംഘിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം, അല്ലേ? കൽപ്പനയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ ഇതേ കൽപ്പനകൾ തന്നെ മോശ വീണ്ടും ആവർത്തിച്ച് ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്. ഈ കൽപ്പനകൾ ഇന്ന് ഞാൻ നിന്നോട് പറയുന്ന കൽപ്പന ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? നിന്റെ ഹൃദയത്തിൽ നിന്ന് പോകരുത്. അതിനെക്കുറിച്ച് നീ എപ്പോഴും സംസാരിക്കണം. അതിനെക്കുറിച്ച് എപ്പോഴും നീ ബോധമുള്ളവരായിരിക്കണം. നിന്റെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. നിന്റെ സംസാരം അതിനെ ബേസ് ചെയ്തായിരിക്കണം. നിന്റെ ദൈനംദിന യാത്രകൾ, നടപ്പുകൾ, നടപടികൾ അതെല്ലാം ഈ പ്രമാണത്തിന് ബേസ് ചെയ്തായിരിക്കണം എന്ന് ആവർത്തന പുസ്തകത്തിൽ മോശ വീണ്ടും അതിശക്തമായിട്ട് ഇസ്രായേൽ മക്കളോട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ദൈവത്തിൻ്റെ മക്കളാൽ ഇരിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. വാക്യം ഒന്നുകൂടെ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. എന്തായിരുന്നു വാക്യം? പറഞ്ഞേ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ നമ്മൾ ഓർക്കുക, കൽപ്പനകളെ കാക്കുക എന്ന് പറഞ്ഞു. ഓക്കെ. കൽപ്പന ചുരുക്കി പറഞ്ഞപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു. ചുരുക്കി പറഞ്ഞ കൽപ്പന ഏതാ? രണ്ടായിട്ട് പറഞ്ഞല്ലേ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തും കൂടെ സ്നേഹിക്കേണ്ടതാണ്. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, തുല്യം. രണ്ടാമത്തേത് അതിനോട് തുല്യം. അതെന്നാ? നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഓക്കെ. ഒരു ചോദ്യം, അടുത്തൊരു ചോദ്യം. ഏതാ ന്യായപ്രമാണം? ന്യായപ്രമാണം ഏതാ? അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ഓർക്കുന്നില്ലല്ലോ. ഇരുമേൻ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാത്ത കാര്യം ചോദിച്ചാൽ പിന്നെ എന്നാ ചെയ്യണം? ന്യായപ്രമാണം ഏതാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ കേട്ടോ. എനിക്ക് തോന്നുന്നു കുമാരവപ്പിലാണ് പണ്ടൊക്കെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പുസ്തകക്രമം ഇപ്പോൾ ഏത് ക്ലാസ്സിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ. മോശയാണ് അത് എഴുതിയത്. മോശയുടെ പുസ്തകങ്ങൾ എന്ന് പറയും, പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ബൈബിൾ എന്ന് പറയും. അതിനവർ തോറ എന്നാണ് പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ തോറ അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകങ്ങളാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ. അപ്പോൾ ഈ 2 കൽപ്പനകളിൽ എന്തടങ്ങിയിട്ടുണ്ട്? ന്യായപ്രമാണം അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ 5 പുസ്തകങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നാ അടങ്ങിയിട്ടുണ്ട്? പ്രവാചകന്മാർ. ഏതാണ്ട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ. 2 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ. പ്രവാചകന്മാരുടെ പേര് യെശയ്യാവോ? ഉറക്കെ പറഞ്ഞു. ഇപ്പം 1-ാം പാഠം വായിച്ച എസെക്കിയേൽ അല്ലേ? ഓക്കെ. യെശയ്യാവുണ്ട്, യെരമ്യാവുണ്ട്, എസെക്കിയേലുണ്ട്, യോവേലുണ്ട്, ആമോസ് ഉണ്ട് അല്ലേ?
ദാനിയേലുണ്ട്, ഇഷ്ടംപോലെ പ്രവാചകന്മാരല്ലേ. ഈ കൽപ്പനയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സകല ന്യായ പ്രമാണവും ഈ പറഞ്ഞ പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രവാചകന്മാരടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുസ്തകങ്ങൾ, പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ യേശു ചുരുക്കി പറഞ്ഞ 2 കൽപ്പനകൾ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തും കൂടെ അതിനോട് ചേർത്ത് വായിക്കണം, പഠിക്കണം. ഇപ്പം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. അയ്യോ, നിങ്ങളിവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പല സമയങ്ങളിൽ നിങ്ങൾ ഇന്നില്ല, ഇവിടെ ഇല്ലെന്ന് എനിക്ക്. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരിടത്തും ഇരിക്കരുത്. ദൈവാലയത്തിൽ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യരുത്, ഓപ്പൺ മൈൻഡായിട്ട് ദയവായിട്ട് ഇരിക്കരുത്. ദൈവാനുഗ്രഹം നമുക്ക് അത് വളരെ വളരെ അന്യമായി പോകും എന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞു. ഒരു നിമിഷമെങ്കിലും എന്ത് ചെയ്യണം, ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഏകാഗ്രമായി ഇരിക്കുക എന്നുള്ള അത് നിങ്ങൾ പ്രത്യേകിച്ച് ഇനിയുള്ള ആരാധന വരുമ്പോൾ നിങ്ങളെങ്കിലും ശ്രദ്ധിച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ ആകമാനമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ ഒരു കുറവ് കാണും. കാരണം നമ്മുടെ ഇവിടെ സാന്നിധ്യമുള്ള ദൈവം നമ്മുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിനെ മാത്രമല്ല നോക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ കണ്ണിവിടെ ഉണ്ടെന്നാണ് പ്രമാണം പറയുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കും എന്ന് മറന്നു പോകാൻ. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ മനുഷ്യനാണ്. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്ന് പറയാം, നമ്മുടെ വിചാരങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയാം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പലവിധമായ ചിന്താ വ്യാപാരങ്ങളിൽ പോയാൽ അതിൻ്റെ അർത്ഥമാണ് നമ്മുടെ ശരീരം ഇവിടെ ഉണ്ട്, നമ്മൾ ഇവിടെ ഇല്ല എന്ന് പറയും. എൻ്റെ ശരീരം ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഇല്ല എന്ന് പറയും അല്ലേ. അതൊരു ഭയങ്കര ഒരു അപകടമാണ് അല്ലേ. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ദ്രജയം എന്നാണ് പറയും. ഇന്ദ്രജയം, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഉള്ളതിനെയാണ് ഇന്ദ്രജയം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇന്ദ്രജയം ഇല്ലാത്തവന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ പ്രസാദിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ യഥാർത്ഥത്തിൽ അനുസരിക്കാൻ പറ്റത്തില്ല. അവൻ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെ പോകും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചു, അതിനുവേണ്ടിയാണ് നമുക്ക് ശക്തി വേണ്ടത് അല്ലേ. അതിനുവേണ്ടിയാണ് നമ്മൾ ശക്തി, അതിനുവേണ്ടിയാണ് നമ്മൾ കരുത്ത്, അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിപ്പാൻ. ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, നമുക്കങ്ങനെ നമ്മളൊരു പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, 100% നമ്മളെ ആ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം വേറെയാണ് എന്ന് നമ്മൾ മറന്നു പോകണം. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ പ്രാർത്ഥനയ്ക്കിടെ ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ആലയത്തിൽ വരുന്നതിന് മുമ്പേ ഈ ആരാധനയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളിവിടെ പൂർണ്ണ മനസ്സ്, പൂർണ്ണശക്തി, പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. പൂർണ്ണമായിട്ട് ഇരിക്കുക, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, ദൈവത്തെ നമസ്കരിക്കുക. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് കർത്താവ് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിരുന്നില്ല, അവർ പൂർണ്ണമായിട്ടും ദൈവത്തെങ്കിൽ അവർ സ്ഥിരമായിരുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൽ അവർ സ്ഥിരമല്ലായിരുന്നു. അതുകൊണ്ട് ഈ പ്രമാണങ്ങൾ എന്ത് ചെയ്തു, പലപ്പോഴും അവർ തെറ്റിപ്പോയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പുതിയ നിയമ ഇസ്രായേലാകുന്ന എനിക്ക് നിങ്ങൾക്കും യേശുക്രിസ്തുവിലൂടെ അതേ ദൈവത്തെ തന്നെ നമ്മൾ ആരാധിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലും അല്ലാതെയും ആരാധിച്ച യഹോവയാകുന്ന ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെന്ന് ചേരുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് കേൾക്കണമെന്ന് പറയുന്നത് അല്ലേ. ചുമ്മാ ആലങ്കാരികമായിട്ട് ചേർത്തിരിക്കുന്ന പദമല്ല അത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനം എന്ത് പറയുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. യേശു മുഖാന്തരമാണ്, യേശുവിൻ്റെ രക്തമുഖാന്തരമാണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ യേശുവിലൂടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല. പിതാവാകുന്ന വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റും. ഈ വിശുദ്ധി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, പുത്രൻ്റെ രക്തത്താലാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പാപം നമ്മൾ എന്ത് ചെയ്യണം, പുത്രൻ മൂലം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മൾ വരേണ്ടത്. അങ്ങനെ നമ്മൾ യഥാർത്ഥമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആലയത്തിൽ തിരികെ പോകുമ്പോൾ നമുക്ക് വളരെ വലിയ ഹൃദയ സന്തോഷം ഉണ്ടായിരിക്കും. പിന്നീട് ഒരിക്കലും നമ്മുടെ മുഖം വാടുകയില്ല എന്ന് മറന്നു പോകരുത്. വിശ്വാസത്തോടെ എന്ത് ചെയ്യുക, നമ്മൾ ദേവാലയത്തിൽ വരിക. ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം അല്ലേ. ഇവിടെ അങ്ങനെ ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില ചോദ്യങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ടെന്നും വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം അല്ലേ. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും എന്ത് ചെയ്യണം, വിശ്വസിക്കണം.
ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കാത്തവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യഥാർത്ഥത്തിൽ ഒരു ദൈവവിശ്വാസിയായിട്ട് ഇരിക്കാതെ പറ്റും. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ വല്ലതും കിട്ടിയോ? നിങ്ങൾ പഠിച്ചതും ഞാനിപ്പോൾ പറഞ്ഞു പോയ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങളിവിടെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. സ്വയം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. മനസ്സിലായല്ലോ? ഇനി നുണ പറയണ്ട എന്ന് വേറെ ആരും പറഞ്ഞു തരേണ്ടതില്ല. കാരണം എന്താ പറഞ്ഞു? നുണ പറയേണ്ടെന്ന് വേറെ കാരണവന്മാരാരും പറഞ്ഞു തരേണ്ടതില്ല. കാരണം എന്താ? കള്ളം പറയുന്നു, നുണയെന്നല്ല പറയുന്നത്, കള്ളം പറയരുതെന്ന് അല്ലേ? പോട്ടെ, മോഷ്ടിക്കരുത് നിങ്ങളെ ഇനി ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. കാരണം എന്താ? കാരണം പറഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കുന്നു അല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്നു, തീരുമാനമെടുത്തിരിക്കുന്നു. എന്ത് ചെയ്യത്തില്ല? മോഷ്ടിക്കത്തില്ല അല്ലേ? ലഹരി വസ്തുക്കൾ അത് ദൈവത്തിന് ഇഷ്ടമല്ല അല്ലേ? അത് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവന് സുബോധത്തോടെ ഇരിക്കുന്ന മനുഷ്യനെ അബോധാവസ്ഥയിലാകും. മനുഷ്യൻ സുബോധത്തോടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവനെ സുബോധത്തോടെ എന്ത് ചെയ്തിരിക്കുന്നു? സൃഷ്ടിച്ചിരിക്കുന്നു. അവനെ അബോധാവസ്ഥയിൽ കൊണ്ടുപോകുന്ന ആരാണ്? അത് ദൈവത്തിൻ്റെ എതിർശക്തിയാണ്, പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിന് ഏറ്റവും പറ്റിയ മുഖാന്തരം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനെ ബോധമില്ലാതെ ആക്കുക എന്നുള്ളതാണ്. അവൻ എഴുന്നേൽക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സുബോധമില്ലാത്തവനെ പോലെ ചെയ്താൽ അത് ആരുടെ പ്രവൃത്തിയായിരിക്കും? അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയില്ല, ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികളായിരിക്കും അല്ലേ? ഇപ്പം നമ്മുടെ ദേശം മുഴുവനും പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടന്നുണ്ട്. നമ്മൾ സൺഡേ സ്കൂളായിട്ടോ അല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടും അല്ലേ? നിങ്ങളിവിടെ പറയുകയാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ത് ചെയ്തില്ല, ഞങ്ങൾ ചെയ്തില്ല. അപ്പം പിന്നെ ലഹരിയുടെ കാര്യം പറയണോ അല്ലേ? എന്നാ ഇതൊന്നും നോക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളടുത്ത് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യുക? സ്വീകരിക്കുമോ? ഇല്ല. കാരണം തീരുമാനം എടുത്തുകൊണ്ട് എന്ത് ചെയ്യും? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം എന്ത് ചെയ്യത്തില്ല, ചെയ്യത്തില്ല. ഇതൊന്ന് ഒന്ന് കുത്തിക്ക് വേണ്ട, എൻ്റെ ആവശ്യമില്ല. എനിക്ക് സുബോധമാണ് വേണ്ടത്, എനിക്ക് ബോധക്കേട് വേണ്ട. അതിൻ്റെ തീരുമാനമാണ്. ഇതാ നാക്കിൻ്റെ അടിയിലോട്ടൊന്ന് വെച്ച് വേണ്ട. ഇത് ചുണ്ടിൻ്റെ അടിയിലോട്ടൊന്ന് വെച്ച് വേണ്ട. ഇത് കണ്ണിലങ്ങ് എഴുതിക്കേ. ബൈക്ക് ഓടിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും അല്ലേ? നീ ആകാശത്തോടെയാണോ ശൂന്യാകാശത്തോടെയാണോ പോകുന്ന അറിയത്തില്ല, നല്ല സുഖമായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ വേണ്ട. അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും എനിക്കൊന്നില്ല. എനിക്ക് സുബോധത്തോടെയാണ് ഭൂമിയിൽ ജീവിക്കാൻ. അതെൻ്റെ തീരുമാനമാണ്. എന്നെ അങ്ങനെ നിങ്ങൾ വശീകരിക്കരുതെന്ന് പറയാൻ നമുക്ക് സാധിക്കും. തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുക. അപ്പനെയും അമ്മയും ചീത്ത പറയാനോ അവരെ അനുസരണക്കേട് കാണിക്കാനോ ഞാനായിട്ട് എന്ത് ചെയ്യത്തില്ല. കാരണം എന്താണ്? ചെയ്യത്തില്ല എന്ന് പറഞ്ഞിവിടെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും എന്നോടൊരു വേദോത്സവം വായിച്ചുകൊണ്ട് ഇതിന് ഭയങ്കര ഭക്തരാണെന്ന് തോന്നുന്നല്ലോ അല്ലേ? ഒന്നും പറയേണ്ട കാര്യമില്ല. എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ തീരുമാനം എടുത്തുകൊണ്ട് പോയിരിക്കുക. അത് ലംഘിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാം പറഞ്ഞാലും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ വായിക്കുന്നത്. ഞാൻ എന്നെ ദൈവസന്നിധിയിലെടുത്ത തീരുമാനമാണ് ആ വേദപുസ്തകം വായിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ഒരു ഭക്ത വന്നിരിക്കുന്നു. എന്നാ പ്രാർത്ഥി, എന്നാ ഗുണമുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവർ പ്രത്യേകിച്ച് പിള്ളേരെ എന്ത് ചെയ്യും? അത് വളരെ നമ്മളെ നിരുത്സാഹപ്പെടുത്താണ്. നിങ്ങളെന്നാ പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. കാരണം ഞാൻ എന്ത് ചെയ്തിരിക്കും? ഞാനിന്നിവിടെ തീരുമാനം എടുത്ത ആളാണ്, സ്ഥിരീകരണം കഴിഞ്ഞ ആളാണ്, കൺഫർമേഷൻ കഴിഞ്ഞ ആളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു. അതെന്ത് ചെയ്യുന്നു? പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന കാര്യങ്ങളിൻ്റെ ഗൗരവം മനസ്സിലായോ? ഓക്കെ. സാധാരണ ഇതിലൊരു ഇതുണ്ട്. തിരുമേനി മോക്ക് തിരിയണം കൊടുക്കണം. പ്രായമൊക്കെ ഒത്തിരി ആയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പ്രായം കഴിഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ തിരിയണ ക്ലാസ്സും കൂടെ കഴിഞ്ഞ് കല്യാണം കഴിക്കാനുള്ള നേരമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്ഥിരീകരണം കഴിക്കാതെ എന്ത് ചെയ്യുന്നു? സ്ഥിരീകരണം കഴിക്കാതെ കല്യാണം കഴിക്കരുതെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു പ്രത്യേക അനുമതിയൊക്കെ എന്ത് ചെയ്യണം? ചില സമയങ്ങളിൽ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കേസ് വന്നു. 24 വർഷമായി സഭയുടെ നിയമപ്രകാരം എന്ത് ചെയ്തില്ല? പേരൻസ് ജീവിച്ചില്ല. പള്ളി വരുന്നതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ
നിയമപ്രകാരം എന്ത് ചെയ്തു? പിള്ളേർക്ക് പ്രായമായി അവരുടെ കല്യാണം ആയപ്പോഴാണ് ഇവരോർക്കുന്നത് ഞങ്ങളുടെ കല്യാണം എന്ത് ചെയ്തില്ല, ശരിയാക്കിയിട്ടില്ല. നമ്മൾ ദൈവജനമായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബോധത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ഇരിക്കണം. കാരണം നമ്മെ അബോധാവസ്ഥയെ കൊണ്ടുപോകാനാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് ലോകത്തിന് താല്പര്യം. നമ്മൾ സുബോധത്തിലിരുന്നാൽ എന്ത് ചെയ്യും? ഒരു ദൈവവൈതലായിട്ട് ജീവിച്ചാൽ അത് ഇഷ്ടപ്പെടാത്തത് ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ള ആൾക്കാരായിരിക്കും. ദൈവപ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ളതായിരിക്കും സംഭവിക്കുന്നതെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങളും പ്രതിജ്ഞകളും ഏറ്റവും നന്നായി പാലിപ്പാൻ നിങ്ങൾ ഉത്സാഹിക്കുക. ദൈവ ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കൽപ്പനകൾ. അത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ദേവാലയത്തിന് പുറത്തുള്ള ജീവിതവുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പുറത്ത് എങ്ങനെയും ജീവിക്കാം, അകത്ത് വന്ന് കൈയടിയും പാട്ടും എന്ന് പറയുന്നത് അത് പറ്റുന്ന കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ ചുരുക്കം. അകത്തും പുറത്തും ആരാധനയുടെ പ്രാക്ടിക്കൽ സൈഡ് എവിടെയാണ്? 6 ദിവസം ദേവാലയത്തിന് പുറത്ത് ആരാധിച്ചതിന് ശേഷമാണ് 7-ാം ദിവസം എന്ത് ചെയ്തിരിക്കുന്നത്? ദേവാലയത്തിനുള്ളിൽ ആരാധിക്കാണ്ട് വരുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ കാലത്തും അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. ഏറ്റവും ഉത്സാഹിച്ച് എന്ത് ചെയ്യണം? പഠിക്കണം. ഉഴപ്പന്മാരായിട്ട് എന്ത് ചെയ്തിട്ട് ജീവിക്കരുത്. ഉഴപ്പന്മാർക്കും മടിയന്മാർക്കും അലസന്മാർക്കും യാതൊരു സ്ഥാനവും ഇന്നത്തെ ലോകത്തില്ല, അല്ലേ? വേദോത്സവം പോലും പറയുന്നുണ്ട്, മടിയ നീ എന്ത് ചെയ്യണം? ആരുടെ അടുത്ത് പോകണം? മടിയനോട് എവിടെ പോകാൻ പറഞ്ഞിരിക്കുന്നു? മടിയ ആരുടെ അടുത്തെല്ലാം പറഞ്ഞിരിക്കുന്നത്? മടിയ ഉറുമ്പിൻ്റെ അടുത്ത് ചെല്ലണം. ഉറുമ്പിൻ്റെ അടുത്ത് ചെല്ലണം. അതിനെ നോക്കി നീ എന്ത് ചെയ്യണം? ബുദ്ധി പഠിക്കണം. ഉറുമ്പെന്ന് പറഞ്ഞാലല്ലേ നമ്മൾ വലിയ ആളാണ്. ബുദ്ധിയോടെ പെരുമാറാണ് അല്ലേ? വളരെ ശ്രേഷ്ഠം പറയുക വചനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപപ്പെടുത്തുന്നുള്ള കാര്യത്തിന് സംശയമില്ല. നമ്മുടെ കാഴ്ചപ്പാടിനെ അത് വളരെ ഷാർപ്പൺ ചെയ്യാൻ ഈ വചന വായന എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. നമ്മുടെ ചിന്തകളെ എന്ത് ചെയ്യും? ചിന്തകളെ വളരെ മൂർച്ചയുള്ളതാക്കി തീർക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ ദർശനമുള്ളതാക്കി നല്ല ഈ വചന വായന നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ ചിന്തിക്കാൻ. ഇതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രവർത്തിപ്പാൻ. ഭൂമിയിലെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഭരണഘടനകൾ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ മൂല്യത്തിലാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മൂല്യത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇത് ഓരോ മനുഷ്യൻ്റെ ജീവിതമായിട്ട് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ഇതാണ്. അത് വായിച്ച് പോവുക. നിങ്ങൾ നല്ല മിടുക്കന്മാരായ കുട്ടികൾ പഠിച്ച് നല്ല രീതിയിൽ വിജയം പ്രാപിക്കണം. നിങ്ങൾക്ക് സഭയ്ക്ക് കൊള്ളാവുന്നവരുണ്ടായിരിക്കണം, സമൂഹത്തിന് കൊള്ളാവുന്നവരുണ്ടായിരിക്കണം, രാജ്യത്തിന് കൊള്ളാവുന്നവരുണ്ടായിരിക്കണം. പഠനരംഗങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ കഴിവുള്ള ആൾക്കാരായിട്ട് മാറണം. ഒരു സ്ഥലത്തും നമ്മളെ മാറ്റി നിർത്താൻ പാടില്ല. അടിസ്ഥാനം ഏതായിരിക്കണം? വിശുദ്ധ വേദപുസ്തകം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14:15 എന്നോട് പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കും. ഓക്കെ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ട കൽപ്പന എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഓർക്കുമോ? ദൈവം നിങ്ങളെ പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തിന് പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനവും മൊത്തവും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.